ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. ഒരാൾ പ്രതികരിച്ചതുകൊണ്ട് ഈ സമൂഹം നന്നാകുമോ? ഒരു പരാതി കൊണ്ട് എല്ലാം ശരിയാകുമോ? പലപ്പോഴും പല വിഷയങ്ങളിലും ഭൂരിഭാഗം പേരും സന്ധി ചെയ്യുന്നത് ഈ ഒരൊറ്റ ചോദ്യമോ ചിന്തയോ കൊണ്ടാണ്. എന്നാൽ സാമൂഹിക വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന പ്രവണതകൾക്ക് ഒരൊറ്റ പരാതി കൊണ്ട് എന്ത് മാറ്റമുണ്ടാകുമെന്നറിയണമെങ്കിൽ ഹണി റോസ് എന്ന ഒരൊറ്റ സ്ത്രീയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലെ കമന്റുകൾ നോക്കിയാൽ മതിയാകും. ഒരാളിൽ നിന്നും നേരിട്ട മോശം അനുഭവം ഒരു സ്ത്രീ പറയുമ്പോൾ അതിനേക്കാൾ മോശമായ ഭാഷയിലെ പ്രതികരണം കൊണ്ട് അതിനെ ന്യായീകരിക്കുന്ന ബോബി ചെമ്മണ്ണൂർ. ചാരിറ്റിയും പണവും ഇങ്ങനെ പലതിനുമുള്ള ലൈസൻസ് ആണെന്ന് കരുതുന്ന ബോബി ചെമ്മണ്ണൂർ. ആ പരാതിയിൽ ദ്രുതഗതിയിൽ ഒരു നടപടിയും ഉണ്ടാകില്ലെന്ന് കരുതി വിഹരിച്ച ബോബി ചെമ്മണ്ണൂർ. പ്രത്യക്ഷത്തിൽ തന്നെ ദ്വയാർത്ഥവും സ്ത്രീവിരുദ്ധതയും പ്രകടമായി വെളിവാകുമ്പോഴും കേട്ടവന്റെ കുഴപ്പമെന്ന് വ്യാഖ്യാനിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ബോബി ചെമ്മണ്ണൂർ. അങ്ങനെ ഈ സമൂഹത്തിലെ ഒരുപാട് പേരുടെ പ്രതീകമായ ബോബി ചെമ്മണ്ണൂരിനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുന്ന ഹണി റോസ് ഇനിയും പ്രതികരണശേഷി കെട്ടുപോയിട്ടില്ലാത്ത ഒരു കൂട്ടം പെണ്ണുങ്ങളുടെയും പ്രതികരിക്കാനാകാതെ തുടരുന്ന അനേകായിരയുടെയും മനുഷ്യരുടെ പ്രതീകം കൂടിയാണ്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: അഡ്വക്കേറ്റ് സി ഷുക്കൂർ, അഭിനേതാവ്, അഭിഭാഷകൻ; സിൻസിയനിൽ സാമൂഹിക പ്രവർത്തക; ധന്യരാമൻ, സാമൂഹിക പ്രവർത്തക; അജിത് കുമാർ, ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രതിനിധി എന്നിവരാണ്. സി ഷുക്കൂർ, നോക്കൂ, ഇവിടെ ബോബി ചെമ്മണ്ണൂർ ഒറ്റപ്പെട്ട ഒരാളാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ വളരെ അധികം നാളുകളായി, അതിപ്പോൾ ഹണി റോസിന്റെ പരാതി മാത്രമല്ല, ഈ നിലയിൽ സ്ത്രീകളോട് മോശമായ, ദ്വയാർത്ഥമുള്ള, അശ്ലീല ചുവയുള്ള പ്രതികരണങ്ങൾ, കമന്റുകൾ ഒക്കെ നടത്തുകയും ഏതെങ്കിലും വേദിയിൽ അതിനെ ചോദ്യം ചെയ്യപ്പെട്ടാൽ അതിനെ മറ്റൊരു ദ്വയാർത്ഥ പ്രയോഗമുള്ള കമന്റ് കൊണ്ട് ന്യായീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. ഇവിടെ നോക്കൂ, വളരെ വേഗം ഒരു നടപടി ഉണ്ടായിരിക്കുന്നു. അത് പ്രതീക്ഷ നൽകുന്നതാണ് എന്നുള്ളതിൽ തർക്കമില്ല. അപ്പോൾ ഇങ്ങനെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇടപെടലുകൾ ആരെയും എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസ് അല്ല എന്ന് കുറച്ചു പേർക്കെങ്കിലും ബോധ്യമാകുന്ന തരത്തിലേക്ക് ഈ അറസ്റ്റും അതിവേഗത്തിലുള്ള നടപടികളും മാറുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ താങ്കൾ? അക്ഷിത, ഇതിൽ വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ, സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപകരമായ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് കൊണ്ടല്ല ഈ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടുള്ളത്. അത് ആ കേസിന്റെ FI സ്റ്റേറ്റ്മെന്റും അതുപോലെ അവർ കൊടുത്ത പരാതിയും പരിശോധിച്ചാൽ 2024 ഓഗസ്റ്റ് മാസം 7-ാം തീയതി കണ്ണൂർ ആലക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പ്രതിയാക്കപ്പെട്ട അദ്ദേഹത്തിന്റെ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ആളുടെ ഒരു ഷോപ്പ് ഉദ്ഘാടനത്തിന്, ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലറി എന്ന ഷോപ്പ് ഉദ്ഘാടനത്തിന് ഈ ഹണി റോസ് എന്ന നടിയെ ക്ഷണിക്കുകയുണ്ടായത്. അവരവിടെ പോയി. ആ വേദിയിൽ ആയിരക്കണക്കിന് ആൾ കൂടിയൊരു വേദിയാണ്. ആ വേദിയിൽ വെച്ച് അവരുടെ ശരീരത്തിൽ അവരിഷ്ടമില്ല, അവർ സമ്മതമില്ലാതെ ഇയാൾ തൊട്ടു, അവരുടെ കഴുത്തിൽ മാല അണിയിച്ചു. അതിന് അവരുടെ സമ്മതമില്ലാതെ അവരുടെ കൈ പിടിച്ച് തിരിച്ചു, അവരുടെ റൊട്ടേറ്റ് ചെയ്തു, അവരുടെ ബാക്ക് സൈഡ് കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്നിട്ട് അശ്ലീല ചൊവ്വയിൽ കുറച്ച് വർത്താനം പറഞ്ഞു. അപ്പൊ ഇത് നേരിട്ടുള്ള, ഇത് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ആക്ഷൻ അല്ല. 354 എന്ന് പറയുന്ന പഴയ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഉണ്ടായിരുന്ന BNS ഭാരതീയ ന്യായ സംഹിതയിൽ 75(1) സബ് ക്ലോസ് 1 പ്രകാരമുള്ള കുറ്റകൃത്യമാണ് അയാൾ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതേ 75-ലെ 4 പ്രകാരമുള്ള സെക്ഷലി കളർഡ് റിമാർക്സ്, ഒരു സ്ത്രീയെ അവരുടെ സമ്മതമില്ലാതെ ശരീരത്തിൽ തൊടുകയും അശ്ലീല ഭാഷയിൽ സെക്ഷലി കളേർഡ് ലൈംഗിക ചൊവ്വയോടുകൂടി സംസാരിക്കുകയും ചെയ്തതാണ് ആൾ ചെയ്ത കുറ്റകൃത്യം. അതാണ് അതിന് ആ കുറ്റകൃത്യം ചെയ്തതിന്റെ പേരിലാണ് അവർ പരാതി നൽകിയതും കേസെടുത്തതും. അതോടൊപ്പം തന്നെ 67A എന്ന് പറയുന്ന ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം, അതായത് 67A എന്ന് പറയുന്നത് അവരുടെ ലൈംഗിക ചുവയുള്ള ചിത്രങ്ങളായി ഇലക്ട്രോണിക് മീഡിയ വഴി വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് കമന്റുകൾ. ഇതാണ്. അല്ലാതെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇട്ടത് കൊണ്ടുണ്ടായ ഒരു പ്രതികരണം അല്ല ഇത്. ഇത് സംഭവം എന്ന് പറയുന്നത് 75(1) എന്ന് പറയുന്ന വളരെ ഗുരുതരമായ കുറ്റകൃത്യം. ഇതില് നമ്മളൊരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഇപ്പൊ ഗവൺമെന്റ് എടുത്ത നിലപാട് വളരെ വളരെ ശ്രദ്ധേയമാണ്. അതിന് കാരണം അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന് പറയുന്ന ഒരു കേസിൽ 2014 മറ്റോ സുപ്രീം കോടതി ഡയറക്ഷൻ ഉണ്ട്. 7 വർഷത്തിൽ താഴെ ശിക്ഷിക്കപ്പെടാവുന്ന കുറ്റകൃത്യങ്ങളിൽ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടതില്ല. ഇറ്റ് ഇസ് നോട്ട് എ മാൻഡേറ്ററി. നോൺ ബെയിലബിൾ ഒഫൻസിൽ കോഗ്നിസബിൾ ഒഫൻസിൽ, അതായത് പോലീസിന് നേരിട്ട് പരാതി കൊടുത്താൽ
കേസെടുക്കാവുന്ന, കോടതി അനുവാദമില്ലാതെ കേസെടുക്കാവുന്ന കുറ്റകൃത്യം, അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ ജാമ്യം കൊടുക്കാത്ത കുറ്റകൃത്യത്തിൽപ്പെട്ടാലും 7 വർഷത്തിന് താഴെയാണ് ശിക്ഷയെങ്കിൽ അതിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന് സുപ്രീം കോടതി അർണേഷ് കുമാർ കേസിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കേസിൽ പരമാവധി ശിക്ഷ 3 വർഷമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ കേസിൽ പ്രതി അറസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് ഗവൺമെന്റിന്റെയും പോലീസിന്റെയും ഇച്ഛാശക്തിയെ കാണിക്കുന്ന പ്രധാനപ്പെട്ട സംഗതി. സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻ ഉണ്ടായിട്ടും ഒരു ഓട്ടോമാറ്റിക് ഇപ്പൊ ഞാൻ പറഞ്ഞത് 7/8/2024 ഉണ്ടായ സംഭവം അവർ പരാതി കൊടുക്കുന്നത് 1/7/1/2025 4 മാസത്തെ ഗ്യാപ്പ് ഇട്ട് 7/1/24 ഒരു പരാതി കൊടുക്കുന്നു. ഇന്നലെ FIR രജിസ്റ്റർ ചെയ്തു. ഇന്ന് ആ പ്രതിദിനം വയനാട്ടിൽ അയാൾ ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് പോയി. അയാൾ നാട് വിടാൻ പോകുന്ന സമയത്ത് അവർ അറസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അതിനർത്ഥം അർണേഷ് കുമാർ കേസിൽ സുപ്രീം കോടതി 41 CRPC 41 പ്രകാരം നോട്ടീസ് കൊടുത്ത് വിളിപ്പിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ 7 വർഷത്തിൽ താഴെ ശിക്ഷിക്കാവുന്ന കുറ്റകൃത്യമായിട്ടും 3 വർഷം മാത്രം ശിക്ഷയുള്ള ഒരു കുറ്റകൃത്യമായിട്ടും നോൺ ബെയിലബിൾ ഒഫൻസ് എന്നതിനപ്പുറത്ത് ഇത് കേരളത്തിലെ സമൂഹത്തിന്, സ്ത്രീകൾക്കും ഒരു ആത്മവിശ്വാസം നൽകേണ്ട നടപടിയാണെന്നുള്ള ഉജ്ജ്വലമായ തീരുമാനത്തിന്റെ പുറത്താണ് ഈ അറസ്റ്റ് നടന്നിട്ടുള്ളത്. ഇത് തീർച്ചയായും ഒരു പാഠമാണ്. എല്ലാ വിഭാഗം ജനങ്ങളും ഈ കാര്യത്തിൽ കൃത്യമായ ഒരു പാഠം നൽകുന്നുണ്ട്. ഈ കാര്യത്തിൽ ഇടപെടുന്നവരാരും, അതായത് സ്ത്രീകൾക്കെതിരെ ലൈംഗിക ചുവയോട് സംസാരിക്കുകയോ അവരുടെ പെരുമാറുകയോ ചെയ്യുന്നവർക്ക് കർശനമായ നടപടി നേരിടേണ്ടി വരും. അതോടൊപ്പം തന്നെ ഈ സോഷ്യൽ മീഡിയയിലെ കമന്റുകൾക്കും പോസ്റ്റുകൾക്കും വളരെ പരിമിതമായ സാഹചര്യത്തിലെ പോലീസിന് ഇടപെടാൻ കഴിയൂ. ഇതിന്റെ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ആര് കമന്റ് ചെയ്താലും ഹണി റോസ് പരാതി കൊടുത്തോളം പരാതി കൊടുക്കുക എന്ന് പറയുന്ന വ്യത്യാസമുണ്ട്. തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പാടില്ല. രണ്ട് സംഗതിയാണ്. ഹണി റോസിന്റെ നേരിട്ട് അവർ മേൽ തൊടുകയും അശ്ലീല ഭാഷയിൽ അവരോട് സംസാരിക്കുകയും സെക്ഷലി കളേർഡ് ആയിട്ടുള്ള അവര് പരാമർശിക്കുകയും ചെയ്തതിന്റെ പേരിലാണ് 75(1) ക്ലോസ് 1 പ്രകാരം BNS പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. അതുപോലെ 67 IT ആക്ട് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. അല്ലാണ്ട് പോലീസ് ആക്ട് പ്രകാരം. ശ്രീ സി ഷുക്കൂർ, ഈ ബോബി ചെമ്മണ്ണൂരിനെതിരെയുള്ള പരാതി മാത്രമല്ലല്ലോ, ഇപ്പോൾ ഇന്നലെയും ഹണി റോസിന്റെ ഒരു പരാതിയിൽ മറ്റൊരു അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അത് ഈ സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപവും അവരുടെ പോസ്റ്റുകൾക്കടിയിലുള്ള കമന്റുമാണ്. അപ്പോൾ ഒരേ സമയം 2 കേസുകളുണ്ട് എന്നുള്ളതാണ്. അതിൽ വ്യത്യാസമുണ്ട്. അത് ഇത്ര ഗൗരവമുള്ള കേസല്ല. അതിൽ എനിക്ക് ആ പ്രതിനെ റിമാൻഡ് ചെയ്തിരിക്കാൻ സാധ്യത കുറവാണ്. 67 ഉണ്ടെങ്കിൽ മാത്രമേ റിമാൻഡ് ചെയ്യൂ. അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, പോലീസ് സ്റ്റേഷൻ ജാമ്യം കൊടുത്തിട്ടുണ്ടാവും. മിക്കവാറും അത് പോലീസ് ആക്ട് പ്രകാരമായിരിക്കാണ് സാധ്യത. ഞാനത് ആ FIR കണ്ടിട്ടില്ല. ഇതിന്റെ FIR പരിശോധിച്ചുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ നമ്മൾ വളരെ കൃത്യമായി പറയുന്നത്, നമ്മൾ നിലവിലുള്ള ഈ ശിക്ഷാ നടപടികൾ, സോഷ്യൽ മീഡിയയിൽ അനാവശ്യമായി കമന്റ് എഴുതുന്നതിനെ കുറിച്ച് കുറച്ചും കൂടി ശക്തമായ നിയമം അനിവാര്യമാണ്. 68A എന്ന് പറയുന്ന ഒരു ഈ IT ആക്ടിലെ പ്രൊവിഷൻ, 66A IT ആക്ടിലെ പ്രൊവിഷൻ സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു. ഒരു ഇന്ദിര എന്ന് പറയുന്ന ഒരു ബോംബെ ലോ കോളേജ് സ്റ്റുഡന്റ് കൊടുത്ത ഒരു പരാതി പ്രകാരം. അപ്പൊ അത് റദ്ദാക്കുന്നതോട് കൂടിയിട്ട് കേരളത്തിലെ 118A എന്ന് പറയുന്ന KP ആക്ട് പ്രൊവിഷനും റദ്ദായിട്ടുണ്ട്. അത് വലിയ ഗുരുതരമായ പ്രശ്നങ്ങളാണ്. അതിന് പകരം കൃത്യമായ നിയമ നടപടി വേണമെങ്കിൽ നിയമം ഉണ്ടാവണം. നമ്മുടെ നാട്ടിലെ നിയമം ദുർബലാണ് ആ കാര്യത്തിൽ. ഓക്കെ, ശരി, ഞാൻ മടങ്ങി വരാം. ശ്രീ അജിത് കുമാർ, നോക്കൂ, ഇവിടെ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അതൊരു പ്രതീകം മാത്രമാണ് എന്നുള്ളതാണ് നമ്മൾ പൊതുവിൽ കാണുന്നത്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഹണി റോസിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഈ തരത്തിൽ പണത്തിന്റെ ഹുങ്കുണ്ടായിരുന്നു, അഹങ്കാരമുണ്ടായിരുന്നു, നിയമവും സമൂഹവും തന്നെ തൊടില്ല എന്ന വിശ്വാസവും ഉണ്ടായിരുന്നു. അതേസമയം തന്നെ രണ്ടാമതൊരു വശത്ത് ഈ അവരുടെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിൽ കമന്റ് ചെയ്യുന്ന ആളുകളെ കുറിച്ച് നോക്കൂ. പൊതുവിൽ പുരുഷന്മാരെല്ലാം ഇത്തരത്തിൽ പ്രശ്നക്കാരാണോ എന്നോ, ഈ തരത്തിൽ സ്ത്രീകളെ അപമാനിക്കുന്നവരാണോ എന്നുള്ള ജനറലൈസ് ചെയ്യുന്നൊരു കമന്റ് അല്ലാതെ, പക്ഷെ എങ്കിൽ പോലും ഹണി റോസ് ഇന്നലെ പരാതി നൽകിയതിന് ശേഷം ഇന്ന് അവരുടെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിൽ വരുന്ന പ്രതികരണങ്ങൾക്ക്, കമന്റ്സുകൾക്ക് ഈ തരത്തിൽ ഒരു അശ്ലീല ചുവയുമില്ല, ലൈംഗിക ചുവയുമില്ല. അപ്പോൾ ആ നിലയിൽ പെരുമാറാനും കേരളത്തിലെ മനുഷ്യർക്ക്, പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് അറിയാമെന്നുള്ളതാണ്. ആയിട്ട് വരുന്നുവെങ്കിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഞാൻ പലയിടത്തും ഇപ്പോഴും വളരെ മോശമായിട്ട് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. ഇവിടെ ഒരു ഇന്ത്യയെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള ബോംബ് വെച്ച് ഒരു സ്ത്രീയുടെ പുറകിൽ വെച്ച് ഫിറ്റ് ചെയ്ത് ഇന്ത്യയെ മൊത്തം തകർത്ത് കളയും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു തീവ്രവാദിയെ പിടിച്ചുകൊണ്ട് വരുന്നത് പോലെയാണ് അദ്ദേഹത്തിൻ്റെ റിസോർട്ടിൽ നിന്ന് വയനാട് പോയി അതീവ രഹസ്യമായിട്ട് പോലീസ് പോയി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. എന്തിനാണ് ഇതിൻ്റെ നടപടിയെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു കാര്യം പറയാം, ഈ കേരള പോലീസിനോടാണ് പറയുന്നത്, ഇദ്ദേഹത്തെ
അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയാണെങ്കിൽ, റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓൾ കേരള മെൻസ് അസോസിയേഷൻ പൂമാല ഇട്ട് സ്വീകരിച്ച് കൊണ്ടുവരും 2 ദിവസത്തിനകം. എന്ത് കാര്യത്തിനാണ് അദ്ദേഹം എന്ത് പുണ്യപ്രവൃത്തി ചെയ്തതിന്റെ പേരിലാണ് ഇങ്ങനെ ജയിലിലടച്ച ആളെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പൂമാല ഇട്ട് സ്വീകരിക്കുന്നത്? ഞാൻ പറയാം. അതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് സ്ത്രീകൾ മോശം കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്. കമൻ്റ് ഇടുന്നത് മാത്രമല്ല, വളരെ മോശം പ്രവർത്തികളും ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ അടുത്ത കാലത്ത് ഒരു യൂട്യൂബറെ ദിയാസന എന്ന് പറയുന്ന സ്ത്രീ വളരെ മോശമായിട്ട് തെറി വിളിച്ച്, എന്ന് പറഞ്ഞാൽ പച്ചത്തെറി, അദ്ദേഹം എനിക്ക് മെസ്സേജ് അയച്ചു തന്നു, ആ കേസിലൊന്ന് ഇടപെടണം, കേസിനുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഓക്കെയും പറഞ്ഞു. പക്ഷേ ആ കേസ് പിന്നീട് മുന്നോട്ട് പോയി അയാൾ കൊണ്ടുപോയില്ല എന്ന് തോന്നുന്നു. പച്ചത്തെറി എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. എന്നിട്ട് അദ്ദേഹത്തെ ഈ യൂട്യൂബറെ തെറി വിളിച്ച ദിയാസനയ്ക്കെതിരെ ഒരു കേസ് പോലും എടുത്തതായിട്ട് എനിക്കറിയില്ല. താങ്കളുടെ സഹായം അദ്ദേഹം തേടിയിരുന്നു, പിന്നെ കേസുമായി മുന്നോട്ട് പോയെന്ന് താങ്കൾക്കും അറിയില്ല. അപ്പോൾ അങ്ങനെ അറിയാത്തൊരു കേസിൽ എങ്ങനെയാണ് നടപടി ഉണ്ടായില്ല എന്ന് പറയുന്നത്? ഇവിടെ അതല്ല. നടപടി ഉണ്ടായില്ല. ഒരു മിനിറ്റ് നോക്കൂ, ഇവിടെ അതല്ല. ഇനിയിപ്പോൾ ഒരു മിനിറ്റ് ശ്രീ അജിത് കുമാർ, ഇവിടെ ഇപ്പോൾ ശ്രീ ശുക്കൂർ ആദ്യം അദ്ദേഹം അതൊരു പക്ഷേ അതിൽ അല്പം കൂടി വ്യക്തത വരുത്തി ആദ്യം തന്നെ സംസാരിച്ചത് നന്നായി. ഇപ്പോൾ ഈ കോണ്ടെക്സ്റ്റിൽ ഇവിടെ ഇപ്പോൾ ഹണി റോസിന് ബോബി ചെമ്മണ്ണൂരിനെതിരെയുള്ള പരാതി സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചതിനല്ല, അവരെ ഒരു പരിപാടിയിൽ അദ്ദേഹത്തിന്റെ തന്നെ ഒരു കടയുടെ ഉദ്ഘാടനത്തിൽ വിളിച്ചു വരുത്തുകയും അവിടെ മോശമായി പെരുമാറുകയും ചെയ്തതിനാണ് ആ പരാതി. പിന്നീട് നിരന്തരം അത് തുടരുന്നു. അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പല അഭിമുഖങ്ങളിലൂടെ അത് ആവർത്തിക്കുന്നു, മറ്റു പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നു. നമുക്ക് ശരിക്കും പൊതുമധ്യത്തിൽ ഉപയോഗിക്കാൻ കഴിയാത്ത വാക്കുകൾ പോലുമാണവ. അപ്പോൾ അങ്ങനെ നിരന്തരം പിന്തുടരുന്ന ഒരാൾക്കെതിരെ ഹണിറോസ് പരാതി കൊടുക്കുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ നടപടി ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ നടപടി നേരിട്ട ഒരാളെ എന്തടിസ്ഥാനത്തിലാണ് ഈ മെൻസ് അസോസിയേഷൻ പൂമാലയിട്ട് സ്വീകരിക്കുമെന്നൊക്കെ പറയുന്നത്? അത് ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ടാണ് വിവേചനം, സ്ത്രീക്കും പുരുഷനും രണ്ട് രീതിയിലുള്ള വിവേചനപരമായിട്ടുള്ള കേസുകൾ ചാർജ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. പിന്നെ അഡ്വക്കേറ്റ് പറഞ്ഞത് കൊണ്ടാണ് ആ വിഷയത്തിലോട്ട് ഞാൻ പോകാത്തത്. കമൻ്റ് ഇട്ടത് കൊണ്ടല്ല, തീർച്ചയായിട്ടും കമൻ്റ് ഇട്ടത് കൊണ്ടല്ല അവിടെ ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഒരു പ്രാവശ്യമല്ല ഹണി റോസ് അവിടെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ പോയത്, 2 പ്രാവശ്യം പോയിട്ടുണ്ട്. അങ്ങനെ ഈ ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്ന വ്യക്തിയാണെന്ന് ആദ്യമേ അറിഞ്ഞിട്ട് ഈ ആദ്യത്തെ സ്ഥാപനത്തിൽ പോലും ഉദ്ഘാടനത്തിന് പോകേണ്ട കാര്യമില്ല, അങ്ങനെ അത് ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ. പക്ഷേ ആദ്യമായിട്ട് ഒരു സ്ഥാപനത്തിൽ പോയി, അടുത്ത് വീണ്ടും 2ാമത്തെ സ്ഥാപനത്തിൽ പോയി അദ്ദേഹം കൈപിടിച്ച് കറക്കിയപ്പോൾ ഒരു രീതിയിലും ഒരു വിയോജിപ്പ് പ്രകടിപ്പിച്ച വ്യക്തിയല്ല. കാരണം അതെല്ലാം ഞാൻ കണ്ടതാണ്, അന്നും കണ്ടു ഇന്നും കണ്ടു. കാര്യം ബോബി ചെമ്മണ്ണൂരിനെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ചില സമയത്ത് നമുക്ക് ഇപ്പോൾ ഞാൻ എല്ലാം കാണാറില്ല, സമയം കിട്ടുമ്പോൾ ചിലതൊക്കെ നമ്മുടെ മുൻപിൽ വന്ന് പെടുന്നത് കാണുമ്പോൾ അതിലൊരു തമാശ, അദ്ദേഹവും പറയുന്ന ഒരു തമാശയാണ്. അദ്ദേഹം ഇന്നേ വരെ ആരെയും വേദനിപ്പിച്ചതായിട്ട് എനിക്കറിയില്ല. കാര്യം അദ്ദേഹവുമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പി എമായിട്ട് സംസാരിച്ചപ്പോൾ ആ ഒരു രീതിയിൽ എത്രയോ മാസങ്ങളായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഒരു പ്രവാസിയെ കുറച്ച് ഫണ്ട് ശേഖരിക്കാൻ വേണ്ടി ഇദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടല്ലോ, തെരുവിലിറങ്ങി. അന്ന് മുതലാണ് ഇദ്ദേഹത്തെ ഞാൻ ഫോളോ ചെയ്യുകയും ഇദ്ദേഹത്തിൻ്റെ ആ ഒരു കാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുകയും ചെയ്തത്. അപ്പോൾ ഇദ്ദേഹം ഈ ദ്വയാർത്ഥ പ്രയോഗമുള്ള വാക്കുകൾ പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ സമൂഹത്തിൽ എല്ലാ രീതിയിലും ഓരോ മനുഷ്യർ ഓരോ സ്വഭാവമാണ്. അതിലൊരു സ്വഭാവക്കാരനാണ് ഇദ്ദേഹം. പക്ഷെ അത് ആനന്ദം കണ്ടെത്തുന്നു, മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നു, ഒരു തമാശയായിട്ട് കാണുന്നു, അത്രേ ഉള്ളൂ. വേറൊരു അദ്ദേഹം കണ്ടെത്തുന്ന ആനന്ദം അത് കേൾക്കുന്ന ആൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെങ്കിൽ, അത് പ്രശ്നമാകുന്നുവെങ്കിൽ അവർക്ക് പരാതിയുമായി മുന്നോട്ട് പോകാം. അതാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്, അതിലല്ലേ നടപടി ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആനന്ദം മറ്റുള്ളവരും അതുപോലെ ആനന്ദിക്കണം എന്നുണ്ടോ ശ്രീ അജിത് കുമാർ? അദ്ദേഹവും പിന്നീട് പല വേദികളിൽ പറയുന്നത് കേട്ടു, ഞാൻ തമാശയ്ക്കാണ് പറഞ്ഞത്, പിന്നീട് വളച്ചൊടിച്ചു എന്നൊക്കെ. ഇതിൽ വളച്ചൊടിക്കാൻ എന്താണുള്ളത്? വളരെ പ്രകടമായിട്ടല്ലേ പറഞ്ഞത്. 4 മാസങ്ങൾക്ക് ശേഷമാണ് ഇവിടെ പരാതി കൊടുക്കുന്നത്. 4 മാസം വരെ എവിടെയായിരുന്നു? അല്ലെങ്കിൽ ഇത്രയും ഒരു ഫിലിമിൽ വർക്ക് ചെയ്ത ഒരുപാട് നടന്മാരുമായിട്ട് ഇഴുകിച്ചേർന്ന് അഭിനയിച്ച ഈ നടിക്ക് എന്തുകൊണ്ട് അപ്പോൾ പ്രതികരിക്കാൻ പറ്റിയില്ല? പുരുഷനെ ആദ്യമായിട്ട് കാണുന്നതല്ലല്ലോ, അദ്ദേഹം ഇങ്ങനെയുള്ള സ്വഭാവക്കാരനാണെന്ന് അറിയാം. അപ്പോൾ അങ്ങനെ അറിഞ്ഞു വെച്ചിട്ട് എന്തിനാണ് അദ്ദേഹത്തിന് കൈ വന്നപ്പോൾ എനിക്ക് തരാൻ പറ്റില്ല എന്ന് അപ്പോൾ പ്രതികരിക്കാമായിരുന്നു. അതും 2ാമത്തെ ഷോയാണ്, നമ്മൾ മനസ്സിലാക്കണം. ആദ്യത്തെ ഉദ്ഘാടനത്തിനല്ല, 2ാമത്തതിനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാശ് വാങ്ങിയിട്ട് ശരീര പ്രദർശനവും നടത്തിയിട്ട്, അല്ലെങ്കിൽ തന്നെ ഞാൻ ചോദിക്കട്ടെ, സ്ത്രീകളുടെ ശരീരം പ്രദർശിപ്പിച്ചാണോ കാശുണ്ടാക്കേണ്ടത്? അവരുടെ ഒരു വിൽപ്പന ചരക്കാക്കിയാണോ സ്ത്രീകൾ കാശുണ്ടാക്കേണ്ടത്? ശ്രീ അജിത് കുമാർ നോക്കൂ, ഒരു സ്ത്രീ അവരുടെ ശരീരം എത്രത്തോളം കാണിക്കണം എന്നുള്ളതോ എത്രത്തോളം കാണിക്കാതിരിക്കണം എന്നുള്ളതൊക്കെ അവരുടെ ചോയ്സ് അല്ലേ ശ്രീ അജിത് കുമാർ? അതിലെങ്ങനെയാണ് ശരീരം കണ്ടാൽ സ്ത്രീ വിൽപ്പന ചരക്കാവുന്നത്? എങ്ങനെയാണ്? നമ്മുടെ സംസ്കാരത്തിനനുസരിച്ച് മാന്യമായിട്ടുള്ള, ഇന്ന് മൊഴിയെടുക്കാൻ പോയപ്പോൾ എന്തുകൊണ്ട് ഹണി റോസ് മാന്യമായിട്ടുള്ള വേഷം ധരിച്ചു? അല്ല, ഞാൻ അതാണ് പറഞ്ഞത്. ഇന്ന് മൊഴിയെടുക്കാൻ പോയപ്പോൾ അവർ ധരിച്ച വേഷവും മറ്റൊരു പൊതുചടങ്ങിൽ അവർ ധരിക്കുന്ന വേഷം
വേഷവും രണ്ടും അവരുടെ ചോയ്സ് ആണ്. അതിലെങ്ങനെയാണ് നമുക്ക് ചോദ്യം ചെയ്യാനാകുന്നത് ശ്രീ അജിത് കുമാർ? അപ്പോൾ പിന്നെ കമന്റ് ഇടുന്നവരുടെ കാര്യവും ചോദിക്കാൻ പാടില്ല. കാര്യം അവരുടെ ഓരോരുത്തരും കമന്റ് ഇടുന്നെങ്കിൽ അവരവരുടെ അഭിപ്രായമാണ്. അഭിപ്രായം പറയുവാനുള്ള സ്വാതന്ത്ര്യം ഇന്ന് മലയാളികൾക്കില്ല. അഭിപ്രായ പ്രകടനവും അധിക്ഷേപിക്കലും ഒന്നാണോ? എവിടെയാണ് അധിക്ഷേപിച്ചിട്ടുള്ളത്? എന്തിനാണ് അധിക്ഷേപിച്ചിട്ടുള്ളത്? അത് ഒരു വ്യക്തി മോശമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഈ മോശം കമന്റുകൾ വരുന്നത്. ഞാൻ ഒരിടത്തും പോയി നല്ല കമന്റ് ഇടാറില്ല, മോശം കമന്റ് ഇടാറില്ല. ഈ കാര്യം ഞാൻ കാണാറുമില്ല. അല്ല, ഹണി റോസ് ഇവിടെ എന്ത് മോശമായി പ്രതികരിച്ചു അല്ലെങ്കിൽ മോശമായി എന്ത് ചെയ്തു എന്നുള്ളതാണ് താങ്കളുടെ ന്യായം? അവരെന്തോ മോശം ചെയ്തത് കൊണ്ട് അങ്ങനെയുള്ള കമന്റുകൾ വരുന്നു. അവരെന്ത് മോശമാണ് ചെയ്തത്? അവരുടെ ശരീരത്തിന്റെ ഒരു ഭാഗം മാത്രം, ഒരു അവയവം മാത്രം അവർ എന്തോ പറയുക ഇങ്ങനെ പ്രദർശിച്ച് കാണിച്ചുകൊണ്ട് നടക്കുന്നു. ഇതുകൊണ്ടാണ് യുവാക്കളാണ്, അതിൽ യുവാക്കൾ ആരോ ആയിക്കോട്ടെ, ഏത് പ്രായക്കാരായിക്കോട്ടെ, കമൻ്റ് ഇടുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ നല്ല വേഷം ധരിച്ച് കിടക്കുന്ന ആർക്കെതിരെയും മോശം കമൻ്റ് ഇടുന്നു എന്ന് ഞാൻ പറയില്ല. ഞാൻ കണ്ടിട്ടുമില്ല. ചെറിയ കുട്ടികളും നല്ല പ്രായമായ സ്ത്രീകളും ഒക്കെ ലൈംഗികപരമായി ഉപയോഗിക്കപ്പെടുന്ന അല്ലെങ്കിൽ ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്ന നാടാണല്ലോ ഇത്. അപ്പോൾ അവരെയൊക്കെയും ഈ രീതിയിൽ വസ്ത്രം ധരിച്ചത് കൊണ്ടാണോ പുരുഷന്മാർ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാൻ ഒരു കാര്യം പറയാം. ഹണി റോസിനെതിരെ പോക്സോ കേസെടുത്ത് ജയിലിലടക്കേണ്ട കേസാണ്. കാരണം ഇത്രയും കുഞ്ഞു കുട്ടികളെ വരെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള വേഷവിധാനങ്ങളും ആ രീതിയിലുള്ള പ്രവൃത്തിയുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥം പറഞ്ഞാൽ ഞങ്ങൾ അതിനെക്കുറിച്ച് ഇവർക്കെതിരെ ഒരു പരാതി കൊടുക്കുന്നതിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ കോടതിയെ സമീപിക്കുക. നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിൽ പരാതി കൊടുക്കുമെന്നാണ് ശ്രീ അജിത് കുമാർ പറയുന്നത്? ഞാൻ മടങ്ങി വരാം. നോക്കൂ സിൻസിയനിൽ, അപ്പോൾ ഈ നിലയിലുള്ള വ്യാഖ്യാനങ്ങളും ന്യായീകരണങ്ങളുമാണ്. പൊതുവിടത്തിൽ സ്ത്രീകൾ ഇറങ്ങുമ്പോൾ അവരിടുന്ന വസ്ത്രത്തിന്റെ അടക്കം ഒരു ചട്ടക്കൂട്. അദ്ദേഹം സംസ്കാരം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, മാന്യമായ വസ്ത്രം എന്നുള്ളത് ആവർത്തിക്കുന്നുണ്ട്. ഇന്ന് കോടതിയിൽ പോയപ്പോൾ അങ്ങനെയുള്ള വസ്ത്രം ധരിച്ചല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ മാന്യതയുടെയൊക്കെ പരിധി ഏതാണ് എന്നുള്ളത് മറ്റൊരു പ്രശ്നം. അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീ പൊതുവിടത്തിൽ ഇറങ്ങുമ്പോൾ അവൾ എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് അവരുടെ ചോയ്സ് എന്നതിനപ്പുറം അങ്ങനെ ഒരു വസ്ത്രം ധരിച്ചത് കൊണ്ടാണ് ഈ നിലയിൽ അധിക്ഷേപങ്ങൾ നേരിടുന്നത് എന്നതിനെ ജനറലൈസ് ചെയ്യുന്ന ഒരു സമൂഹത്തിലേക്ക് മാറിപ്പോയോ നമ്മൾ? ആരാണിത് ഡിഫൈൻ ചെയ്യേണ്ടത്? ആരാ ഡിഫൈൻ ചെയ്യുന്നത്? ഒരാളുടെ പേഴ്സണൽ ചോയ്സസിനെ, ബൗണ്ടറീസിനെ ഒക്കെ ആരാ ഡിഫൈൻ ചെയ്യുന്നത്? ഇത് ഞാൻ പറയട്ടെ, ഇത് എന്താ കുഴപ്പം എന്ന് വെച്ചാല് ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഫ്രസ്ട്രേറ്റഡ് സോൾസ് ആണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒന്നുകിൽ അതല്ലെങ്കിൽ ഈ ഒരു പഞ്ചായത്ത് ഇട്ടാവട്ടത്തിൽ മാത്രം ജീവിച്ച് ഇതിനപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ചിന്തിക്കാനോ അതിനപ്പുറത്തോട്ടോ പോകാനോ പറ്റാത്ത ഒരു കാറ്റഗറി ആൾക്കാരാണ് ഇത്തരത്തിലും ആളുകളുടെ പേഴ്സണൽ ചോയ്സിനെ സദാചാര കണ്ണുകൊണ്ട് കണ്ടിട്ട് ഡിഫൈൻ ചെയ്തു വെക്കുന്നത്. ഇതിങ്ങനെ പാടുള്ളൂ, ഇതിങ്ങനെ ആണ്. ഈ ലെവല് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എന്തും പറയാം, ഞങ്ങൾക്ക് എന്തും കാണിക്കാം. എന്ത് ലോജിക്കാണ് അദ്ദേഹം സംസാരിച്ചതിനകത്തുള്ളത്? ഒരു സ്ത്രീ നിങ്ങൾക്ക് കാണാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ കണ്ണുപൊത്തിയിരുന്നോളൂ. എന്തിനാണ് അവരുടെ പ്രൈവസിയിലോട്ട് ഒളിഞ്ഞു നോക്കുന്നത്? അവര് ഇനി ന്യൂഡിറ്റിയിൽ നടക്കുന്ന ബീച്ച് സൈഡിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര വിദേശികൾ ഇവിടെ വന്നിട്ട് 2 പീസ് ഇട്ട് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കേറിയിട്ട് ഇതുപോലെ ഒരു അസഭ്യം പറയാനോ പോയി കറക്കാനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ വൾഗറായിട്ട് സംസാരിക്കാനോ പറ്റോ? അവരൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ജയിലിലാവും. നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? അന്യൊരു നാട്ടിച്ചെന്നോ? ജയിലെന്ന് പറഞ്ഞ് പേടിപ്പിക്കരുത്. ജയിലെന്ന് പറഞ്ഞാൽ വീട്ടിൽ കിടക്കുന്നതിനേക്കാളും സുരക്ഷിതമാണ് ജയില്. മനസ്സിലായില്ലേ? ഞാൻ ചോദിച്ചു, അവരെന്ത് ഡ്രസ്സ് ധരിച്ചാൽ നിങ്ങളുടെ ദേഹത്തേക്ക് വല്ലതും പറ്റിയോ? നിങ്ങൾ പറഞ്ഞു കൊച്ചു കുട്ടികളെ വഴി തെറ്റിക്കുന്നു. നിങ്ങളുടെ വീട്ടിലെ കൊച്ചു കുട്ടികളുടെ കയ്യിലിരിക്കുന്ന ഫോണൊക്കെ ഒന്ന് വാങ്ങിച്ച് ചെക്ക് ചെയ്യുക. എന്നിട്ട് ആ ഗൂഗിൾ ഹിസ്റ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് അത്രയും കൺസേൺ ഉള്ള ഒരു പിതാവാണെങ്കിൽ. അതല്ലാതെ ഹണി റോസ് ഡ്രസ്സ് ധരിച്ച് നടന്നതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ പിള്ളേരൊക്കെ മോശമായി പോയെന്ന് എന്ത് ലോജിക്കലാണ് നിങ്ങൾ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് പറയൂ, ഈ തലമുറയെ വഴിതെറ്റിക്കുകയല്ലേ ചെയ്യുന്നത് നിങ്ങളൊക്കെ? ഞാൻ പറയുന്നത് ഇതിനു വേണ്ടി ന്യായീകരിക്കുന്നവർ നിങ്ങൾ ഈ സമൂഹത്തെ നിങ്ങളുടെ മക്കളെ ഉൾപ്പെടെ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇതാണ് പറഞ്ഞത്. നിങ്ങൾക്ക് പേഴ്സണൽ ചോയ്സസിനെ കുറിച്ച്, ബൗണ്ടറീസിനെ കുറിച്ച്, ഒരാളുടെ വസ്ത്രധാരണത്തെ, അവരുടെ സെക്ഷുവാലിറ്റി ഒക്കെ എങ്ങനെ അഡ്രസ് ചെയ്യണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ സെൻസിബിൾ ആയിട്ട് പെരുമാറണം എന്നൊന്നും നിങ്ങൾക്കൊരു ധാരണയില്ലാത്തവരാണ്. ഇങ്ങനെയുള്ള ആളുകൾ നമുക്ക് തന്നെ നാണക്കേടാണ്. നമ്മൾ വളർന്ന് പുരോഗമനം ഞാനാണ് പറയേണ്ടത്. ഇങ്ങനെയുള്ള സ്ത്രീകളെ കൊണ്ട് ഞങ്ങൾ നാണം കെട്ട് നടക്കുകയാണ്. ഈ സമൂഹം നാണം കെട്ട് തലകുനിക്കുകയാണ്.
ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ 1800-കളില് ഇവിടെ ശരീരം മറയ്ക്കാൻ സ്ത്രീകൾക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. അത് തന്നെ പറയണം. ശരീരം മറയ്ക്കുന്ന സ്ത്രീകളെ അഭിസാരികളായിട്ട് കണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നിങ്ങൾ വായിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കറിയാം. ശരീരം മറയ്ക്കുന്ന സ്ത്രീകളെ അഭിസാരികൾ, മറയ്ക്കുവാൻ വേണ്ടി അതൊക്കെ പിന്നെ അതിന് മുന്നത്തെ കാര്യം ഞാൻ പറയുന്നത്. അതിന് മുന്നത്തെ കാര്യം ഞാൻ പറയുന്നത്. ശരീരം മറയ്ക്കുന്ന സ്ത്രീകൾ, അതായത് ശരീരം മറയ്ക്കുന്ന സ്ത്രീകൾ എങ്ങനെയാ? ശരീരം മറയ്ക്കുന്ന സ്ത്രീകൾ അത് മറച്ചു വെച്ചിട്ട് അവർക്ക് വേണ്ടുന്ന പുരുഷന്മാരെ മാത്രം അവര് കാണിക്കുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ അവരെ അഭിസാരികളായിട്ട് കണ്ടിരുന്ന ഒരു സംസ്കാരം നമുക്കുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ? അതിനുശേഷമാണ് ഈ മറയ്ക്കൽ സമരവും വന്ന് വീണ്ടും സ്ത്രീകള് ഇത് ചെയ്തത്. അപ്പൊ കാലങ്ങൾ മാറും, കാലചക്രം മാറുന്നതനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വരും. ആ മാറ്റത്തിനനുസരിച്ച് അത് ഉൾക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ മനസ്സിൽ കമന്റ് മാറ്റത്തിനനുസരിച്ചാണ് കമന്റ് വരുന്നത്. അപ്പൊ ആ കമന്റും അതിനനുസരിച്ച് അങ്ങ് വിടുക. നമ്മളെ ഒരാൾ തെറി വിളിച്ചു, അല്ലെങ്കിൽ എടോ പോടോ എന്ന് വിളിച്ചു, നമ്മളത് കേട്ടു, അപ്പോഴും സംസാരിച്ചു, അങ്ങ് വിടുന്നു. മനസ്സിലായില്ലേ? അത് കൊടുക്കാൻ വേണ്ടി ഞാനും പോകാറില്ല, മറ്റുള്ളവരും പോകാറില്ല. ദയവായി തുടരൂ. സിൻസിയനിൽ പൂർത്തിയാക്കട്ടെ. സിൻസിയനിൽ പറഞ്ഞു പോയിന്റ് പൂർത്തീകരിക്കും. അല്ല, അദ്ദേഹം ഇങ്ങനെ ഇടയ്ക്ക് ഇത് സംസാരിക്കുന്നുണ്ട്. ഇതൊരു ബോച്ചയിൽ തീരുന്ന ഒരു വിഷയമൊന്നുമല്ല. ഇതിന് മുമ്പ് ബോച്ചെ ഈ അമ്പലപ്പറമ്പിൽ ഞാൻ സ്ത്രീകളെ ജാക്കി വെക്കാൻ പോകുമായിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യുന്നത് മുതലാണ് ഞാനും ബോച്ചയുമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. പ്രശ്നം വേറൊന്നുമല്ല, അന്ന് അദ്ദേഹം ഇട്ട വീഡിയോയ്ക്ക്, അന്ന് ചാരിറ്റിയൊക്കെ ചെയ്ത് അദ്ദേഹം വളരെ മാന്യനായി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ആ സമയത്ത് അദ്ദേഹം അങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരും എഴുത്തുകാരും സെലിബ്രിറ്റികളും അടക്കം അദ്ദേഹത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച ഒരു വീഡിയോ ആയിരുന്നു അത്. ആ വീഡിയോയുടെ താഴെ ഞാൻ പോയി എന്റെ പ്രതിഷേധം പറഞ്ഞു എന്ന് മാത്രമല്ല, ഞാൻ ശക്തമായി അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തു. അതിനകത്ത് ബോച്ചെ വന്നിട്ട് കമന്റ് ചെയ്തു, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല, ഇങ്ങനെ ഉദ്ദേശിച്ചില്ല, ഞങ്ങൾ സുഹൃത്തുക്കൾ ഒരുമിച്ച് പോകുമ്പോഴാണ്, അങ്ങനെയൊന്നും ആയിരുന്നില്ല ഞങ്ങൾ. അപ്പൊ ആ അമ്പലപ്പറമ്പിൽ വന്ന സ്ത്രീകൾക്ക്, ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ പോലെ ആ അമ്പലപ്പറമ്പിൽ വന്ന സ്ത്രീകളുടെ മാനാഭിമാനത്തിന് ആര് വില പറയും? അവർക്ക് ആത്മാഭിമാനമൊന്നുമില്ലേ പൂരപ്പറമ്പിൽ വന്ന സ്ത്രീകൾക്ക്? ഇല്ലേ? അന്നും ഞാൻ ചോദിച്ചു, അത് ആസ്വദിക്കുന്നവരില്ലേ? സ്ത്രീകളിലെ എല്ലാവരും, സ്ത്രീകളിലും പുരുഷന്മാരിലും എല്ലാ വിഭാഗക്കാരും ഉണ്ട്. പുരുഷന്മാർ മാത്രം മോശക്കാരെന്നോ സ്ത്രീകൾ മാത്രം എല്ലാവരും മോശക്കാരെന്നോ അല്ല ഞാൻ പറഞ്ഞത്. അല്ല, അങ്ങനെ നമ്മൾ ആരും പറഞ്ഞിട്ടില്ല ശ്രീ അജിത് കുമാർ. അതാണ് ഞാൻ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചത്. നമ്മളാരും ഇതിനെ നോർമലൈസ് ചെയ്യുന്നില്ല, ജനറലൈസ് ചെയ്യുന്നില്ല. എല്ലാ പുരുഷന്മാരും അങ്ങനെയാണെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോൾ സിൻസിയനെ സംബന്ധിച്ചിടത്തോളം അവർ പറയാൻ ശ്രമിക്കുന്നത് ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട് അവർക്ക് നേരിട്ടുണ്ടായ അനുഭവം കൂടിയാണ്. ശ്രീമതി സിൻസിയനിൽ അത് പറഞ്ഞോളൂ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം മറ്റൊരു ഇടത്ത് വെച്ച് സിൻസിയനിലിനോടും ബോബി ചെമ്മണ്ണൂർ മാപ്പ് പറയുകയും ഈ നിലയിൽ ഞാൻ ഉദ്ദേശിച്ചതല്ല പിന്നീട് അത് പ്രചരിച്ചതെന്ന്, അങ്ങനെയല്ലേ സിൻസിയനിൽ? അങ്ങനെയാണ് അദ്ദേഹം അതിനെ വിശദീകരിച്ചത്. അതെ. അപ്പോൾ അതെ അദ്ദേഹത്തിന്റെ ഒരു പൊതു സ്വഭാവമാണ് അതെന്ന് തോന്നുന്നു. എല്ലാ കേസുകളിലും അത് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അത്രമാത്രം നിഷ്കളങ്കനാണോ ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ആൾ? ഒരിക്കലുമല്ല. ഇപ്പൊ ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞു, ചിലപ്പോ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയേക്കും. പക്ഷെ എന്നിരുന്നാൽ പോലും ഇപ്പൊ ഇനിയുള്ളത് ഒരു വിക്ടിം പ്ലേ ആണ്. അതായത് ഇദ്ദേഹം ഒരു വിക്ടിം പ്ലേ നടത്തി. ഇത് അടുത്തൊരു ബിസിനസ് സ്ട്രാറ്റജിയായി ഉപയോഗിക്കാൻ മാത്രം തന്ത്രശാലിയായിട്ടുള്ള ഒരാളാണ്. ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ തന്ത്രശാലിയായിട്ടുള്ള ഒരാളാണ് ഈ ബോബി ചെമ്മണ്ണൂർ. അപ്പൊ അദ്ദേഹം അത് അങ്ങനെ തന്നെ ഉപയോഗിക്കും. അപ്പോഴും ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പത്തെ ഈ ബഹളങ്ങളും ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോബി ചെമ്മണ്ണൂർ വന്നൊരു 4 വീഡിയോ വെച്ചു കൊടുക്കും, മലയാളികൾ കൈയടിക്കും, തീരും, ശുഭം, ഇത്രയേ ഉള്ളൂ. അപ്പം ഇതുകൊണ്ടൊന്നും തീരാനൊന്നും പോകുന്നില്ല. അന്ന് ഒരാളുടെ പോലും പിന്തുണ കിട്ടാതെ ഒറ്റയാൾ പോരാട്ടമായിരുന്നു എന്റേത്. അത് കാരണം ഈ ബോബി ചെമ്മണ്ണൂരിനെ ഒരു വലിയ ആരാധക വൃന്ദത്തിന്റെ സൈബർ ആക്രമണം നേരിട്ട് 2-3 പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് ഈവൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉൾവലിഞ്ഞ ഒരാളാണ് ഞാൻ. അത്രയും സൈബർ ആക്രമണം എനിക്ക് ഒരു വിഷയത്തിൽ, ഞാൻ പല വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്, പല വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ട്, പലതരത്തിലുള്ള വിവാദങ്ങൾ അറിയാതെ അറിഞ്ഞും ചെന്നുപെട്ടിട്ടുണ്ട്. അവിടെ ഒന്നും എനിക്ക് ഇത്തരത്തിലുള്ള ഒരു ഇതൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അത്രമാത്രം മാനസിക ഒരു ബോബി ചെമ്മണ്ണൂര് ഈ പുള്ളിക്കാരി ഒന്നും ചെയ്തില്ല, അതാണ് അവരുടെ വിഷമം എന്ന് വരെ പറഞ്ഞ കമന്റുകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനൊന്നും പരാതി കൊടുത്തത് കൊണ്ട് ഒരു പ്രയോജനം ഇല്ലെന്ന് വിചാരിച്ച് നമ്മൾ അതങ്ങ് സഹിച്ചു, അതങ്ങ് വിട്ടു, കഴിഞ്ഞു, പോയി, അത്രയേ ഉള്ളൂ. പക്ഷെ ഇന്നൊരു സ്ത്രീ എന്നെ ദ്വയാർത്ഥത്തിൽ എന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞ് ഞാനൊരു തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഞാൻ നിരുപാധികം അവരുടെ ഒപ്പം നിൽക്കും.
അത് നിന്നേ പറ്റുള്ളൂ. അത് എൻ്റെ ഒരു കടമയാണ്. ഓക്കെ ധന്യരാമൻ, നോക്കൂ, പൊതുസമൂഹത്തിൽ ഇറങ്ങുന്ന സ്ത്രീയുടെ വസ്ത്രത്തിന്റെ അളവ് നോക്കിയാണ് ഇവിടെ പല ആളുകളും അവരുടെ പോസ്റ്റിന്, അവരുടെ ഫോട്ടോയ്ക്ക് എന്ത് കമന്റ് ഇടണമെന്ന് തീരുമാനിക്കുന്നത്. ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണോ ധന്യരാമൻ? അത് ഓരോ മനുഷ്യൻ്റെയും കാഴ്ചയുടെ പ്രശ്നമാണ്. ഒന്നിനെ മോശമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അതിനെ മോശമായിട്ട് മാത്രമേ ചിന്തിക്കാനും റിലേറ്റ് ചെയ്യാനും സാധിക്കത്തുള്ളൂ. നല്ലതിനെ നല്ലതായിട്ട് കാണാനും അത് കച്ചവടത്തെ കച്ചവടമായിട്ട് കാണാനും പേഴ്സണൽ വിഷയങ്ങളെ പേഴ്സണലായിട്ട് കാണാനും നമ്മുടെ സമൂഹം ഇതുവരെ പഠിച്ചിട്ടില്ല. സമൂഹത്തിൻ്റെ മനോവൈകൃതം എന്ന് പറയുന്നത് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ പിന്നെ നമ്മളെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് നമ്മൾ കാണാൻ തുടങ്ങിയിട്ടുള്ളതാണ്. ഈ ഒരു സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ കാര്യമാണ് പറയുന്നത്. ബോബി ചെമ്മണ്ണൂർ പൊതുവേ എപ്പോഴും ദ്വയാർത്ഥം വെച്ച് വളരെ സെക്ഷുവൽ കമൻറ്റ്സ് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ഇത്രയും അയാൾ സെക്ഷുവൽ കമൻറ്റ്സൊക്കെ പറഞ്ഞിട്ടിരിക്കുക തന്നെ അയാൾ സർക്കാരിൻ്റെ പ്രഥമ അതിഥിയായിട്ടൊക്കെ ഓരോ പ്രോഗ്രാമിലൊക്കെ വന്നിരിക്കുന്ന കാണുമ്പോൾ ഞങ്ങളിങ്ങനെ അതിശയിച്ചിട്ടുണ്ട്. ഇത്രയും വഷളത്തരം പറയുന്ന ഒരാളെ സർക്കാർ ഒരു അതിഥിയായി വെച്ചിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് അതിശയം തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് തന്നെ ഇയാൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൻ്റെ ആയി ബന്ധപ്പെട്ട്, അവളൊരു ബിസിനസ്സുകാരിയാണ്, അപ്പോൾ പ്രോഗ്രാമായി ബന്ധപ്പെട്ട് ഒരു സ്പോൺസർഷിപ്പിൻ്റെ എന്തോ കാര്യത്തിന് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ പിന്നീട് വാട്സപ്പിൽ നിങ്ങൾ ബാംഗ്ലൂരേക്ക് വരുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു തരാം, നിങ്ങൾ ബാംഗ്ലൂരേക്ക് വരൂ എന്ന് പറഞ്ഞ് വളരെ മോശം രീതിയിൽ അവളെടുത്ത് ബിഹേവ് ചെയ്ത ഒരാളാണ്. അപ്പം ഞാൻ അവളെടുത്ത് പറഞ്ഞു, നിനക്ക് പരാതി ഉണ്ടെങ്കിൽ നീ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞത്, ഇത്തരം ആൾക്കാർക്കെതിരെ നമ്മൾ ഒറ്റയ്ക്ക് ജോലി ചെയ്ത് തൊഴിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് ചെറിയ തോതിൽ ജീവിച്ചു പോകുന്ന നമ്മളൊക്കെ ഇയാൾക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ സൈബർ അറ്റാക്ക് ഉണ്ടാവും, അതെൻ്റെ ജീവിതത്തെ ബാധിക്കും, ബിസിനസ്സിനെ ബാധിക്കും, അതുകൊണ്ട് എനിക്ക് പരാതി കൊടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു പോയ ഒരു സുഹൃത്ത് എനിക്കുണ്ട്. എനിക്കറിയാം ആ പെൺകുട്ടിയെ. അതുകൊണ്ട് തന്നെ എത്രയോ തവണ നിരന്തരം ഇയാൾക്കെതിരെ എന്തുകൊണ്ട് നേരത്തെ നടപടി എടുത്തിട്ടില്ല എന്ന് ഞാൻ അതിശയിച്ചിട്ടുണ്ട്. അത്രയ്ക്കും രീതിയിൽ ഇയാളുടെ വീഡിയോസൊക്കെ ഒരുപാട് കൊച്ചുകുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ അതും വളരെ ദ്വയാർത്ഥം വെച്ചിട്ടുള്ള ഇതൊക്കെ വളരെ മോശമാണ്. അതെടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഞാൻ പിന്നെ പൊതുവേ ഇതിന് ശേഷം ഇയാളെ കണ്ടാൽ ഇയാളുടെ ഒരു വീഡിയോ ഞാൻ കാണാറില്ല. ഇപ്പോൾ ഈ ഹണി റോസിൻ്റെ വാർത്തയെ ബന്ധപ്പെട്ടിട്ട് ഹണി റോസ് ചെയ്തത് വളരെ നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഹണി റോസിനൊക്കെ അറിയാം അവരെങ്ങനെ അവർ പ്രൊഫഷണലായിട്ട് നടന്നാലും, എങ്ങനെ അവർ മാർക്കറ്റ് എടുത്താലും, അവരെങ്ങനെ അവരുടെ പിന്നെ വരുമാനം പിന്നെ സിനിമ അതെല്ലാം ആയാലും അവരെയൊക്കെ കൃത്യമായിട്ട് ഹണി റോസ് പരാതി കൊടുത്തു, സ്റ്റേറ്റ് അത് കേട്ടു, പോലീസ് ഉടനടി ആക്ഷൻ എടുത്തു. ആ ഒരു കോൺഫിഡൻസ് ഹണി റോസിനൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഇന്നല്ല എന്ന് പരാതി കൊടുത്താലും അതൊക്കെ പെട്ടെന്ന് തന്നെ അതിന് നടപടി വരും എന്നുള്ളത് ഹണി റോസിന് നന്നായിട്ട് അറിയാം. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ കോൺഫിഡൻസ് കൂടുതലായി. പ്രൊട്ടക്റ്റ് ചെയ്യാനില്ലാത്ത ആൾക്കാർക്ക് കോൺഫിഡൻസ് കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ട് അത് നിയമത്തിൻ്റെ വഴി അങ്ങനെയുണ്ട്. ഒരു വിഭാഗം ആൾക്കാർ ഓടിപ്പോയി ഒരു പരാതി കൊടുത്താൽ പെട്ടെന്ന് അത് സ്വീകരിക്കും, അവർക്ക് ഭയങ്കര സ്വീകാര്യത കിട്ടും. അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് കൂടുതലായിരിക്കും. അല്ലാത്ത സ്ത്രീകൾ ഇന്നലെ വരെ ഞങ്ങളൊക്കെ ഈ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ ഒരു പെണ്ണിനെ അതുപോലെ പെണ്ണിനെയും കുഞ്ഞിനെയും 13 വയസ്സുള്ള കുഞ്ഞിനെയും ഒരാൾ ഫോട്ടോ വരെ വെച്ചിട്ട് ഭയങ്കര സെക്ഷുവൽ കമൻ്റ് ഇട്ട് ഞങ്ങൾ 3 തവണ പരാതി കൊടുത്തു. ഇന്നലെ രാത്രി വീണ്ടും ആ കുഞ്ഞിൻ്റെ പടം അടക്കം പോക്സോ കേസ് എടുക്കാവുന്ന വിഷയമാണ്. കുഞ്ഞിൻ്റെ പടം അടക്കം അയാൾ വീണ്ടും സെക്ഷുവൽ കമൻ്റ് ഇട്ടപ്പോൾ രാത്രി ഞാൻ 12 മണിക്കാണ് ശാസ്താംകോട്ട DYSP വിളിച്ചത്. അദ്ദേഹം അപ്പം തന്നെ പോലീസുകാർ വിടുകയും അയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. അപ്പോൾ നടപടികൾ നമുക്ക് ഒരുപാടുണ്ടാകുന്നുണ്ട്. ഈ ഒരു നടപടി കൊണ്ടൊന്നും ഇതൊന്നും അവസാനിക്കുന്ന ഒന്നല്ല. മനുഷ്യൻ്റെ മനസ്സും ചിന്തകളും ഒക്കെ മാറി വളരെ നെഗറ്റീവായിട്ടാണ്. ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ പുറത്തിറങ്ങി പ്രതികരിക്കുന്നവർ, സംസാരിക്കുന്നവർ, സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവർ, അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നവർ എല്ലാവരും തിരിക്കുന്നവരെല്ലാവരും മോശക്കാരാണെന്നുള്ളൊരു ധാരണ ഇവിടെ ഒരു സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ചാണ് ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമൻറ്റ്സ് പോകുന്നത്. അപ്പോൾ വളരെ ഈ വലിയ ആൾക്കാർക്കെതിരെ നടപടിയെടുക്കുമ്പോൾ ബോബി ചെമ്മണ്ണൂർ ഇവിടുത്തെ ഒരു കേരളത്തിലെ ഏറ്റവും അല്ലെങ്കിൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ബിസിനസ്സുകാരനും കച്ചവടക്കാരനൊക്കെയാണ്. അയാൾക്ക് വളരെയധികം രാഷ്ട്രീയ സ്വീകാര്യതകളാണ്. പോലീസുകാർ പോലും അയാളെ കണ്ടിട്ട് റോഡിൽ വണ്ടി നിർത്തി അയാളുടെ സെൽഫി എടുക്കുന്ന വീഡിയോ വരെ ഫേസ്ബുക്ക് സമൂഹ മാധ്യമങ്ങളിൽ നമുക്ക് ലഭിക്കും. ഇത്രയും സ്വീകാര്യം കിട്ടുന്ന ഒരാൾ എത്രയോ തവണ സെക്ഷുവൽ കമൻറ്റ്സ് ഇട്ടിട്ട് ഇപ്പോഴാണ് അയാളെ ഒരു നിയമ നടപടിക്ക് വിധേയനാക്കാനായിട്ട് ഒരു പരാതി ധൈര്യപൂർവ്വം ഒരു പെണ്ണ് വന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ത്രീകൾ മുൻപോട്ടേക്ക് വരും. ഇതൊരു മാറ്റത്തിൻ്റെ തുടക്കമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഹണി റോസിനെ പോലെയുള്ളവർ ഇവിടെ മറ്റൊരു നടിക്ക് ഇതുപോലെ ഒരു ഭയങ്കര ഒരു ഒരു റേപ്പിന് അല്ലെങ്കിൽ വിധേയായ സമയത്ത് ഇവരാരും സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഇവരൊക്കെ സ്വന്തം കാര്യം വരുമ്പോൾ തന്നെ പെട്ടെന്ന് പ്രതികരിക്കുകയും പെട്ടെന്ന് അവർക്ക് പിന്നെ സർക്കാരിനെ അവർ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഇവിടെയും ധാരാളം സ്ത്രീകൾ
ഇങ്ങനെ അനുഭവിക്കുന്നുണ്ടെന്നും അതൊക്കെ ഹണി റോസിനെ പോലെയുള്ളവർ മനസ്സിലാക്കിക്കൊള്ളാം. അവർക്ക് കുറച്ച് കൂടുതൽ പ്രയോറിറ്റി കിട്ടി എന്നുള്ളതാണ്. അവർക്ക് സമൂഹത്തിൽ കുറച്ച് കൂടുതൽ ആൾക്കാർ അറിയുന്ന ആയതുകൊണ്ട് പെട്ടെന്ന് നിയമ നടപടിക്ക് അവർക്ക് സ്റ്റേറ്റ് എടുത്തു എന്നുള്ളതാണ്. ശരി ശരി. ശ്രീ ഷുക്കൂർ, ബോബി ചെമ്മണ്ണൂരിന് മാലയിടുന്ന ഒരു ആൺകൂട്ടത്തെ കുറിച്ച് കൂടിയാണ് ശ്രീ അജിത് കുമാർ ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ആ ആൺകൂട്ടത്തിന് സ്ത്രീകൾ മാന്യമായ വസ്ത്രം ധരിക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. നോക്കൂ, ഇവരുടെ ഈ മാന്യതയുടെ അളവുകോൽ ഏതാണ് എന്നുള്ളതാണ് ആ വിഭാഗത്തെ കൂടി പ്രതിനിധീകരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ താങ്കൾക്ക് തോന്നുന്നത്? അയ്യോ, ആ കമന്റ് ശരിയല്ല. ഞാൻ ആ വിഭാഗത്തെ പ്രതികരിക്കുന്നു പറയാൻ പാടില്ല, അത് ശരിയല്ല. ഞാൻ ആണിനെ പ്രതികരിക്കുന്ന ഒരാളാണ്. മാത്രമാണ് ഉദ്ദേശിച്ചത് ശ്രീ ഷുക്കൂർ. അതെ, ഞാൻ പുരുഷ വിഭാഗത്തെ പ്രതികരിക്കുന്ന ആളല്ല, ഞാൻ വിചാരിക്കും പാടില്ല, ഞാൻ മനുഷ്യനാണ്. ഓക്കെ, അല്ല, അദ്ദേഹം പറഞ്ഞ വളരെ വളരെ തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ്. ഹണി റോസി എന്ന് പറയുന്ന നടിയെ 7/8/2024 ആ ഉദ്ഘാടനത്തിന്റെ വീഡിയോ പരിശോധിച്ചാൽ അവരുടെ ശരീരത്തില് ബോബി എന്ന് പറയുന്നയാള് മാല വെക്കുന്ന സമയത്ത് അവർ നീരസം കാണിക്കുന്നുണ്ട്. അവരുടെ കൈ പിടിച്ച് തിരിക്കുന്ന സമയത്ത്, കറക്കുന്ന സമയത്ത് അവർ നീരസം കാണിക്കുന്നുണ്ട്. ഒരു ഹാപ്പി ആയിരുന്നില്ല. അവരുടെ മുഖം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവർ തീരെ കംഫർട്ട് ആയിരുന്നില്ല ആ സമയത്ത്. പക്ഷെ പരാതി കൊടുക്കാൻ എന്തുകൊണ്ട് അവരെന്നെ പറഞ്ഞല്ലോ, ഞാൻ അവഗണിക്കാൻ വിചാരിച്ചതാണ്, അച്ഛനോടും അമ്മയോടും പറഞ്ഞിരുന്നു, ഇനി ഇയാളെ പ്രോഗ്രാമിന് പോകില്ല എന്ന് തീരുമാനിച്ചതാണ്. പിന്നെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് അയാൾ വീണ്ടും ഒരു പ്രോഗ്രാമിന് അവർ ക്ഷണിച്ചു, തൃശ്ശൂരേക്കോ മറ്റോ. ആ സമയത്ത് അവർ പോവാൻ കൂട്ടാക്കാത്ത സമയത്ത് ഇയാൾ വെട്ടുകിളികൾ ഉപയോഗിച്ച് അവരാക്രമിക്കാൻ തുടങ്ങി. അതില് ആ ഡിലേ എന്ന് പറയുന്നത് തീർച്ചയായും ഇത്തരം കാര്യങ്ങളിൽ വ്യക്തമായ തെളിവുകളോട് സഹിതമാണ്. അയാൾ തന്നെ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണത്, ഇവർ ഉണ്ടാക്കി പോസ്റ്റ് അല്ല. അയാൾ തന്നെ പല സ്ഥലത്തും വീഡിയോ പോസ്റ്റ് ചെയ്യാണ്, ഈ സ്ത്രീനെ അപമാനിക്കുന്ന വീഡിയോ, അവരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വീഡിയോ. വളരെ ഗുരുതരമായ കുറ്റകൃത്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അർണേഷ് കുമാർ കേസിൽ സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞിട്ട് പോലും കേരള ഗവൺമെന്റും പോലീസും കർശനമായി ഇയാളെ അറസ്റ്റ് ചെയ്യണം. ഈ അറസ്റ്റ് ഒരു സൂചനയാണ്. സ്ത്രീകൾക്ക് നേരെ അപമാനിക്കുന്ന, സ്ത്രീകളെ അവഹേളിക്കുന്ന, അവർ ലൈംഗിക ചുവയോട് അവർക്കെതിരെ സംസാരിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും കൃത്യമായ നിയമ നടപടിയുടെ മുന്നോട്ട് പോകുന്നതിന്റെ സൂചനയാണ്. ധന്യാരാമൻ പറഞ്ഞ പോയിന്റ് വളരെ പ്രധാനമായി എനിക്ക് തോന്നുന്നു. പോലീസിന്റെ കാര്യത്തിൽ പോലീസ് പലപ്പോഴും വളരെ നിർഭാഗ്യകരമായ ഒരു സംഗതി എന്ന് പറയുന്നത്, സാധാരണക്കാരെ പ്രിവിലേജ്ഡ് അല്ലാത്ത മനുഷ്യര് പരാതി കൊണ്ടുപോയാൽ പോലീസ് എടുക്കുന്ന ഒരു നല്ലതല്ലാത്ത സമീപനമുണ്ട്. പലപ്പോഴും ഉപദേശിക്കുകയാണ്, നിങ്ങൾ ഈ പരാതി കൊണ്ടുപോയാൽ നിങ്ങളുടെ കുടുംബത്തിന് മോശമല്ലേ, നിങ്ങളുടെ മക്കൾക്ക് മോശമല്ലേ, നിങ്ങൾ എന്തിനാ പരാതിയായി പോകുന്നത്. ആ രീതി പോലീസ് മാറ്റണം. നിരവധി, ഞാൻ പ്രാക്ടീസിംഗ് ലോയർ എന്ന നിലയിൽ പറയാണ്, നിരവധി സ്ത്രീകൾ ഈ കാര്യം നമ്മോട് പറയാറുണ്ട്. പോലീസ് ഇപ്പം ഭർത്താവിനെതിരെ പരാതി കൊണ്ടുപോയാലും, അല്ലെങ്കിൽ ഏതെങ്കിലും പുരുഷ സുഹൃത്തിനെതിരെ പരാതി കൊണ്ടുപോയാലും, അല്ലെങ്കിൽ ഏതെങ്കിലും വേറൊരു ഇവരെ ലൈംഗികമായി ഉപദ്രവിക്കുന്ന, ലൈംഗികമായി കമന്റ് എടുക്കുന്നവരെതിരെ പരാതി കൊണ്ടുപോയാലും പോലീസ് കുറച്ചും കൂടി ജാഗ്രത കാണിക്കണം. ഈ ഹണി റോസ് എന്ന് പറയുന്ന സെലിബ്രിറ്റിയുടെ കാര്യത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട സിനിമാ നടി എന്ന നിലയിൽ തന്നെ അവർക്ക് വലിയ അംഗീകാരമുണ്ട്. അവരുടെ കാര്യത്തിൽ എടുത്ത ജാഗ്രത പ്രിവിലേജ് ഇല്ലാത്ത സാധാരണ സ്ത്രീകളുടെ കാര്യത്തിൽ കൂടി വരണം. പിന്നെ ഈ മെൻസിന്റെ ആൾക്കാർ, പുരുഷ പക്ഷത്ത് വാദിക്കുന്നയാള് അദ്ദേഹം പറയുന്നതിൽ പോലും ഒരു ലോജിക്കും ഇല്ല. ഈ കേസെടുക്കാൻ അദ്ദേഹം ചോദിക്കുകയാണ്, സ്ത്രീകളുടെ പരാതിയിൽ മാത്രമേ കേസെടുക്കൂ, പുരുഷന്മാരുടെ പരാതി കേസെടുക്കാൻ നാട്ടിൽ നിയമമില്ലെന്നേ. പാർലമെന്റ് ഈ 75(1) എന്ന് പറയുന്നത് BNS പറയുന്ന കാര്യങ്ങൾ സ്ത്രീകള് പുരുഷന്മാർ ശരീരം തൊട്ട് അവർക്ക് മാനഹാനി വരുത്തിയാൽ കേസെടുക്കാനുള്ള കാര്യമാണ്. ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു പുരുഷനെ തൊട്ടാലെ പുരുഷത്വം മാനക്കേടുന്ന ഒരു സംഗതി നിയമത്തിൽ ഇല്ലാത്തതുകൊണ്ട് പോലീസിന് കേസെടുക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് ഭൂരിപക്ഷമുള്ള ഒരു പാർലമെന്റ് രാജ്യത്ത് വരികയാണെങ്കിൽ അങ്ങനെ നിയമം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നിലവിലുള്ള നിയമം അനുസരിച്ചിട്ട് പോലീസിന് കളിക്കാൻ. പിന്നെ മാലയിട്ട് സ്വീകരിക്കുന്ന പറയുന്നത്, നമ്മള് KSRTC ബസ്സിലെ ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറി ജയിലിൽ പോയ ഒരാളെ മാലയിട്ട് സ്വീകരിച്ച സംസ്ഥാനമാണ് കേരളം. നമ്മൾ കേരളം വലിയ ഉത്ബുദ്ധ സംസ്ഥാനമൊന്നും വേണ്ട. പക്ഷെ അതിന് ഇപ്രാവശ്യത്തെ 2024 ഈ മലയാളത്തിലെ വേർഡ് തന്ത വൈബ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വാർത്ത കണ്ടു. അദ്ദേഹവും ഞാനൊക്കെ ജീവിക്കുന്നത് ഈ അമ്മാവന്മാരെ കാലത്താണ്. പുതിയ തലമുറയിലെ കുട്ടികൾ, ഈ നമ്മുടെ ടീനേജേഴ്സ്, അതായത് 18ഉം 17ഉം വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാര് വളരെ ഗംഭീരമായി സൊസൈറ്റിനെ കാണുന്നവരാണ്. അവർക്കറിയാം ഈ സൊസൈറ്റി എങ്ങനെയാണ് ലോകം മുഴുവൻ ഉള്ളത്, സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ പെരുമാറ്റം എങ്ങനെയായിരിക്കണം, ഇടപെടൽ എങ്ങനെയായിരിക്കണം, എത്രമാത്രം ആരോഗ്യകരമായ രീതിയിൽ സ്ത്രീ പുരുഷ സൗഹാർദ്ദം ഉണ്ടാക്കാൻ കഴിയും, അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളവരാണ് ഈ പുതിയ ജനറേഷൻ. 40 വയസ്സിൽ താഴെയുള്ള മുഴുവൻ ആൾക്കാരും, ചെറുപ്പക്കാർ, ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ, അവർക്ക് കൃത്യമായ സൊസൈറ്റിയെ കുറിച്ച് ധാരണയുണ്ട്. 50 കഴിഞ്ഞാൽ എന്നെ പോലുള്ള അദ്ദേഹത്തെ പോലുള്ള ആൾക്കാരുമാണ് തന്ത വൈഭവമായി ജീവിക്കുന്നത്. നമ്മൾ ഈ ലോകത്ത് വരുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറായാൽ നമ്മുടെ മനോഭാവത്തിൽ മാറ്റം ഉണ്ടാവും. ഇങ്ങനെ വൃത്തികെട്ട ഈ അശ്ലീല രാജാവിനെ പോലെ ജീവിക്കുന്നയാളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം, അവരെ ശിക്ഷിക്കണം, അവരെ ജയിലിൽ നൽകണം. ബഹുമാനപ്പെട്ട ഹണി റോസിനോട് എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്, ഈ ക്രിമിനൽ കേസിൽ മാത്രം പോരാ,
അയാളുടെ ഈ ബോച്ച എന്ന് പറയുന്ന ആളുടെ പ്രവർത്തനം കൊണ്ട് അവർക്കുണ്ടായ മാനസികമായ ആഘാതം, അവരുടെ സമൂഹത്തിൽ അവർക്കുണ്ടായ ഇടിവ്, അതിനൊക്കെ ചേർത്ത്. ശരി ശരി, ഞാൻ മടങ്ങി വരാം ശ്രീ സി ഷുക്കൂറിലേക്ക്. അജിത് കുമാർ, നോക്കൂ, അല്പം മുമ്പ് താങ്കൾ പറഞ്ഞത് മോശമായ വസ്ത്രം ധരിച്ചാൽ കമന്റ് ഇടുമെന്നുള്ളതാണ്. നോക്കൂ, പക്ഷെ അങ്ങനെ കമന്റ് ഇടാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വളരെയധികം ബോധവാന്മാരായ ഇവിടുത്തെ പുരുഷന്മാർ ഇന്നലെ ഹണി റോസ് ആദ്യ പരാതി നൽകിയത് മുതൽ, അതിലൊരു അറസ്റ്റ് ഉണ്ടായത് മുതൽ, അവരുടെ ഒരു പോസ്റ്റിനും ഒരു കമന്റും മോശമായെന്ന രീതിയിൽ, മോശമാണെന്ന് അവർക്ക് തോന്നുന്ന തരത്തിൽ ഇട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ മോശമായ വസ്ത്രം ധരിച്ചത് കൊണ്ടല്ല കമന്റ് ഇടുന്നത്. അങ്ങനെ ഒരു നിയമം ഇവിടെ ശക്തമായി ഉണ്ടെന്നറിഞ്ഞാൽ ഒരാളും ആ വഴിക്ക് പോലും പോകില്ല എന്നുള്ളതല്ലേ അതിൽ നിന്ന് വ്യക്തമാകുന്നത്? ഷുക്കൂർ സാർ പോയെന്ന് തോന്നുന്നു. അദ്ദേഹത്തിനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. അദ്ദേഹം വരും. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ലൈനിലുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്. ഇന്ന് പുരുഷന്മാർക്ക് നിയമമില്ല എന്ന് തന്നെ അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. അപ്പോൾ ഈ പുരുഷന്മാർ അനുഭവിക്കുന്ന വിഷമങ്ങൾക്ക്, അവരുടെ ബുദ്ധിമുട്ടിന് ആരാണ് ഒരു സമാധാനം പറയുന്നത്? അദ്ദേഹം അഡ്വക്കേറ്റ് ആണല്ലോ. അദ്ദേഹത്തിൻ്റെ മുൻപിൽ വന്നിട്ടുള്ള കേസുകളിൽ ഏതെങ്കിലും ഒരു കേസിൽ സ്ത്രീ പ്രതിയായിട്ട് നിൽക്കുന്നിടത്തുനിന്ന് അദ്ദേഹം പുരുഷന് ന്യായമായിട്ടുള്ള നീതി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാര്യം ഇന്ന് ഏറ്റവും കൂടുതൽ അഡ്വക്കേറ്റ് BA ആളൂർ ഒഴികെ ബാക്കി ഭൂരിഭാഗം പേരും, പിന്നെ നമ്മുടെ ഒരു തട്ടത്തുമല അനിൽകുമാർ സാറുണ്ട്, അദ്ദേഹത്തെ പോലുള്ള അപൂർവം ചില വക്കീലന്മാരല്ലാതെ വേറെ ഒരൊറ്റ വക്കീലന്മാർ മാന്യമായിട്ട് കേസ് നടത്തുന്നില്ല. എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യുന്നവരെ, അത് സ്ത്രീ ആണെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. അതിനെതിരെ ഞാൻ ശക്തമായിട്ട് പല ഭാഗത്തും സംസാരിച്ചിട്ടുള്ള. ഇപ്പോൾ താങ്കൾ പറയുന്ന പുരുഷന്മാർ അർഹിക്കുന്ന നീതി ഉണ്ടല്ലോ, അപ്പോൾ അതേ നീതിയല്ലേ ഇവിടെ ഈ സ്ത്രീകളൊക്കെയും ആവശ്യപ്പെടുന്നത്, ഹണി റോസ് അടക്കമുള്ള ആളുകൾ? അപ്പോൾ ആ നീതിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തുകൊണ്ട് ബോധ്യമില്ല? ഞാൻ ചോദിക്കട്ടെ, ഇത് വെറും ഒരു കമന്റ് ഇട്ട കേസുകളാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഒന്ന് പിടിച്ച് കൈതൊട്ട് കറക്കി എന്ന് പറയുന്ന കേസുകൾ, ഇതിനേക്കാളും ഗുരുതരമായിട്ടുള്ള കേസുകൾ മോശമായി കമന്റ് ഇടുമ്പോൾ അത് ഒരാളുടെ മാനസിക നിലയെ ഏതൊക്കെ വിധത്തിൽ ബാധിക്കുന്നു, ഒരാളുടെ മാനസിക ആരോഗ്യത്തെ ഏതൊക്കെ നിലയിൽ ബാധിക്കുന്നു എന്നുള്ളത് എങ്ങനെയാണ് നിങ്ങൾ പരിധി നിശ്ചയിക്കുന്നത്? തൊട്ടല്ലേ ഉള്ളൂ, കമന്റ് ഇട്ടതല്ലേ ഉള്ളൂ, അതൊരാളെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് നിങ്ങൾ എങ്ങനെ അളക്കും? ഇപ്പോൾ പുരുഷന്മാർക്ക് ബുദ്ധിമുട്ടില്ല എന്നാണോ പറയുന്നത്? അവർ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നില്ല, അവർക്ക് മാനസികമായിട്ട് പുരുഷന്മാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ല എന്നുള്ളതോ ഈ സമൂഹത്തിലെ എല്ലാ പുരുഷന്മാരും അങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് അല്ലല്ലോ പറയുന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതിനുള്ള മറുചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ശ്രീ അജിത് കുമാർ പറയൂ. ഇപ്പോൾ താങ്കൾ ചോദിച്ചു തൊട്ടതല്ലേ ഉള്ളൂ, കമന്റ് ഇട്ടതല്ലേ ഉള്ളൂ. ഈ തൊടലും ഈ കമന്റ് ഇടലും ഒരു സ്ത്രീക്ക്, പോട്ടെ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന മാനസിക പിരിമുറുക്കത്തെ കുറിച്ച്, സംഘർഷത്തെ കുറിച്ച്, ബുദ്ധിമുട്ടിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? എവിടെ വരെയാണ് ഇതിന്റെ ഒക്കെ പരിധി? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഷുക്കൂർ സാറിനും കൂടിയിട്ടുള്ള മറുപടിയായിരുന്നു. അദ്ദേഹവും കൂടി പറഞ്ഞതിൻ്റെ ആ അടിസ്ഥാനത്തിലാണ് ആ രീതിയിൽ ഞാൻ പറഞ്ഞത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ഹണി റോസിന് കൃത്യമായിട്ടും ആ കൈ പിടിച്ചപ്പോൾ, കാര്യം ഇത് രണ്ടാമത്തെ ഉദ്ഘാടനമല്ലേ, ഫസ്റ്റ് സംഭവിച്ചതാണെങ്കിൽ നമുക്കത് അംഗീകരിക്കാം. അല്ല, അവർ ആ ആദ്യത്തെ ഉദ്ഘാടനത്തിന് ശേഷം അവർ ബോബി ചെമ്മണ്ണൂരുടെ തന്നെ മാനേജറോട് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് പറഞ്ഞു എന്നും ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തില്ലേ? അല്ലല്ല, പിന്നീട് അതിനുശേഷം ഈ രണ്ട് സംഭവങ്ങൾക്ക് ശേഷവും നിരന്തരം ഈ ചോദ്യങ്ങളോട് ബോബി ചെമ്മണ്ണൂർ ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത്? അവിടെയാണ് ഹണി റോസിന് അത് പരാതിപ്പെടേണ്ടി വരുന്നത്. ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഞാൻ നടിയെന്നല്ലേ, മറ്റൊരു വാക്കല്ലല്ലോ എന്ന് പറഞ്ഞതെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അത്രമാത്രം ധൈര്യത്തിൽ ഒരു സ്ത്രീ അങ്ങനെ അഭിസംബോധന ചെയ്യുകയാണ് ശ്രീ അജിത് കുമാർ. അതൊന്നും പ്രശ്നമായി തോന്നുന്നില്ലേ? അല്ല, ഈ അദ്ദേഹം പറഞ്ഞെന്താണ്? നടിയെന്നല്ലേ പറഞ്ഞോളൂ. വെടിയെന്ന് പറയുന്നതിന് എത്ര അർത്ഥമാണ് ഉള്ളത്? വെടിയെന്ന് പറഞ്ഞാൽ നുണ പറയുന്നവരെയാണ് വെടിയെന്ന് പറയുന്നത് എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. ഇത് ഓരോ ജില്ലയുടെ അടിസ്ഥാനത്തിലാണ് ഈ സ്ലാങ് പോകുന്നത്. ഈ വെടിയെന്ന് ആ തൃശ്ശൂർ ജില്ലയിൽ അതൊരു നുണ പറയുന്നവൾ എന്നുള്ളതായിക്കൂടെ? നമ്മളെന്തിനാണ് ഈ നെഗറ്റീവ് വശവും മോശവശവും മാത്രം എടുക്കണേ? അങ്ങനെ എടുക്കാൻ പാടില്ല. ഇപ്പോൾ ഒരാൾ എന്തുദ്ദേശിച്ചു, അദ്ദേഹം ഈ ഡബിൾ മീനിങ് പറയുന്ന ആൾ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഡബിൾ മീനിങ് പറയുന്ന ആൾ തന്നെയാണ്. ഇതറിഞ്ഞിട്ടല്ലേ ഹണി റോസ് ഉദ്ഘാടനത്തിൻ്റെ രണ്ടിടത്ത് പോയത്? ഇതാണ് എൻ്റെ ചോദ്യം. എന്നിട്ട് എന്തുകൊണ്ട് അവർ അപ്പോൾ പ്രതികരിച്ചില്ല? ഇനി ഇന്നലേക്ക് മുന്നേയും 1-2 ദിവസത്തിന് മുന്നേ വരെയും അവിടെ ഇദ്ദേഹത്തിന് പേര് പറഞ്ഞു പോലും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഇന്നലെ ക്ഷമാപണം നടത്തി. ആദ്യമായിട്ട് ഒരു ചാനലിൽ അദ്ദേഹം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മോശമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഖേദിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിനെതിരെ പരാതിയുമായിട്ട് പോയത്. അത് ശരിയാണോ? അങ്ങനെ ഖേദപ്രകടനം നടത്തുമ്പോഴല്ല, അദ്ദേഹം ഖേദിക്കാനേ പാടില്ലായിരുന്നു എന്നാണ്. കാര്യം ഇത്രയും കേസിൽ ഇതിപ്പോൾ ഒരു തീവ്രവാദിയെ കൊണ്ടുവരുന്നതിനേക്കാളും അപ്പുറമായിട്ട് രാജ്യത്തെ തകർക്കുന്ന രീതിയിലുള്ള ഒരു ഭീകരവാദിയെ കൊണ്ടുവരുന്ന ആ രീതിയിലാണ് വയനാട് അദ്ദേഹത്തിൻ്റെ റിസോർട്ടിൽ പോയി അദ്ദേഹം അറസ്റ്റ് ചെയ്ത്, ഇവിടെ അറസ്റ്റ് ചെയ്തോ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവന്നു. നമ്മൾ അറസ്റ്റ് ആയിട്ടില്ലല്ലോ, കസ്റ്റഡിയിലെടുത്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. എറണാകുളത്ത് കൊണ്ടുവന്ന രീതി എന്താണ്? നമ്മൾ ഇത് ഏതെങ്കിലും ഇത്രയും കൊടികുത്തിയ പ്രതിമാര് കുഞ്ഞു മക്കളെ പരാതി കൊടുക്കുന്നു, സ്റ്റേറ്റ് വിടാൻ തന്നെ സാധ്യതയുണ്ടെന്ന് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നു, അങ്ങനെ വയനാട്ടിൽ വെച്ച് കസ്റ്റഡിയിൽ എടുക്കുന്നു.
അവിടെ കസ്റ്റഡിയിൽ എടുത്ത ആളെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്ന് എറണാകുളത്തേക്ക് കൊണ്ടുവന്ന് അറസ്റ്റ് രേഖപ്പെടുത്തും. ഇതിലെന്താണ് അസ്വാഭാവികത? അല്ല, അത്രയ്ക്ക് മാത്രം എന്ത് കുറ്റം അദ്ദേഹം ചെയ്തതാണ് എന്റെ ചോദ്യം. പരാതിയിലുള്ളത് അയാൾ ഒരാളിനെ കൊന്നോ? അയാൾ ഒരു രാജ്യദ്രോഹം ചെയ്തോ? കൊല്ലുന്നതും രാജ്യദ്രോഹം മാത്രമാണോ ശ്രീ അജിത് കുമാർ കുറ്റം? അതെ, അതെ, ഞാൻ ചോദിക്കാൻ വരികയാണ് ശ്രീ ഞാൻ അത് തന്നെയാണ് ചോദിക്കാൻ വരുന്നത്. ശ്രീ അജിത് കുമാർ, അല്പം മുമ്പ് താങ്കൾ ചോദിച്ചില്ലേ അവരെ ഒന്ന് തൊട്ടതല്ലേ ഉള്ളൂ. താങ്കളുടെ ചുറ്റും ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിരിക്കുമല്ലോ. അവരുടെ അനുവാദമില്ലാതെ ഒരു പുരുഷൻ അവരുടെ ശരീരത്തിൽ സ്പർശിച്ചാൽ ആ സ്പർശനം എവിടെ വരെ ആകുമ്പോഴാണ് താങ്കൾക്ക് പ്രശ്നമില്ലാത്തത്? അല്ല, ഇപ്പോ എന്റെ മകള് എന്റെ കൂടെ നിൽക്കുകയാണ്. എൻ്റെ ഒരു പരിചയക്കാരനോ സുഹൃത്തോ വന്ന് മോളെന്നും പറഞ്ഞ് കയ്യിൽ പിടിച്ചാൽ ഞാൻ അതിനെ വേറൊരു അർത്ഥം എന്തിനാ കാണുന്നത്? അല്ല, താങ്കൾ കാണേണ്ട ആ പെൺകുട്ടിക്ക് അവളുടെ ശരീരത്തിൽ ഒരാൾ കൈ തൊടുമ്പോൾ ആ തൊടലിൽ ആ പെൺകുട്ടിക്ക് പ്രശ്നം തോന്നിയാൽ ആ പ്രശ്നം അവൾ തുറന്നു പറഞ്ഞാൽ എങ്ങനെയാണ് താങ്കൾ അതിനെ ഇല്ല എന്ന് പറയുന്നത്? അതെങ്ങനെയാണ്? എന്റെ ഒരു വസ്ത്രം ധരിക്കുന്നതോ അല്ലെങ്കിൽ സംസാരിക്കുന്ന സ്ത്രീകളെയോ പലരും സോഷ്യൽ മീഡിയ വളരെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. അവരെ ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും വന്നിരിക്കുന്ന ഒരു വിധി അത് ഈ നിലയിലാണ്. നോക്കൂ, സ്ത്രീയുടെ ശരീരഘടനയെ കുറിച്ച് നടത്തുന്ന കമന്റുകൾ അത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കുറ്റകരമായി കണക്കാക്കാം എന്നുള്ളതാണ് ഇന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഒരു പുരുഷൻ അവളോട് നിന്റെ ശരീരഘടന നല്ലയാണെന്ന് പറഞ്ഞാൽ പോലും അത് ആ സ്ത്രീക്ക് പ്രശ്നമായി തോന്നുകയാണെങ്കിൽ അതിന്റെ അർത്ഥത്തിൽ, അതിന്റെ വ്യാഖ്യാനത്തിൽ, അതിന്റെ അളവിൽ പ്രശ്നം തോന്നിയാൽ അത് ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. ഇതിപ്പോ ഒരാളിനോട് വൈരാഗ്യം തോന്നിയാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ അദ്ദേഹത്തോട് ഒരു വൈരാഗ്യം തോന്നി, എന്തോ തോന്നി മനസ്സിൽ, അപ്പോഴാണ് ഈ പരാതിയുമായിട്ട് വന്നത്. അല്ല, ഈ 4 മാസം വരെ പരാതിയായിട്ട് വന്നില്ലല്ലോ. ഈ 4 മാസത്തിന് മുന്നേ വരെ കമന്റ് വന്നില്ലേ? ഈ ബോബി ചെമ്മണ്ണന്റെ ഉദ്ഘാടനത്തിൽ പോകുന്നതിന് മുൻപേയും ഹണി റോസിന്റെ പോസ്റ്റുകളിൽ കമന്റ് ഇല്ലേ? ഉദ്ഘാടനങ്ങളിൽ നെഗറ്റീവ് കമന്റ് ഇല്ലേ? ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇതും ആ നിലയ്ക്ക് തള്ളണമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അത് അല്ലെങ്കിൽ അവസാന ഘട്ടത്തിൽ അയാളുടെ മാനേജറോട് വിളിച്ച് പറഞ്ഞല്ലോ, വാണിംഗ് കൊടുത്തല്ലോ. അതിനുശേഷം അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. അദ്ദേഹം അത് ഓക്കെ പറഞ്ഞു. ഞാൻ ഒന്ന് അദ്ദേഹം പറയുന്നത് ഈ സ്ത്രീകളുടെ ശരീരത്തിൽ തൊടണ്ടെന്ന് നമ്മൾ നോക്കിയാൽ മതി. ഒരു സ്ത്രീനെ ഇഷ്ടമില്ലാതെ അവർ നോക്കുന്നത് പോലും കുറ്റകൃത്യമാണ്. അവർക്ക് ഡിസ്കംഫർട്ട് ആണ് നിയമപ്രകാരം കേസെടുക്കാൻ പറ്റുന്നേ. സാറേ, മണ്ടത്തരം ഇർഷാദ് സിംഗ് പണ്ട് DGP ആയിരുന്നപ്പോ പറഞ്ഞ അതേ മണ്ടത്തരങ്ങളൊന്നും നിങ്ങൾ പറയരുത്. കാര്യം ഇതൊക്കെ വളരെ മോശമാണ്. ഈ 13 സെക്കൻഡ് നോക്കി കഴിഞ്ഞാൽ കേസെടുക്കാം. അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾ നോക്കിയില്ലേ? ഇവിടെ ഒരു ബസ് സ്റ്റാൻഡിൽ പോയി നോക്കൂ, ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്, പെൺപിള്ളേരാണ് യുവാക്കളെ നോക്കി. ശ്രീ അജിത് കുമാർ, ഒരു മിനിറ്റ് ഒന്ന് മൗനമായിരിക്കും, അദ്ദേഹം പറയട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞപ്പോ കട്ടായതാണ്. എനിക്ക് പ്രിയപ്പെട്ട അണി റോസിനോട് പറയാനുള്ളത്, ഈ ക്രിമിനൽ കേസ് കൊണ്ട് മാത്രമേ നിർത്തരുത്. അവരനുഭവിച്ച മാനസികവുമായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതിന് പണം കൊണ്ട് കോമ്പൻസേഷൻ വാങ്ങണം. 10-20 കോടി രൂപ നഷ്ടപരിഹാരം വാങ്ങുന്ന രീതിയിൽ കേസ് ഫയൽ എടുക്കും, സിവിൽ കേസ് ഫയൽ ചെയ്യണം. ഇത് ഈ ക്രിമിനൽ കേസ് കൊണ്ട് മാത്രം നിർത്താൻ പാടില്ല. ഇങ്ങനെ പുരുഷന്മാർ ഇങ്ങനെ ക്രൂരത ചെയ്യുന്ന അശ്ലീല രാജാക്കന്മാർക്കെതിരെ സഹായിക്കാനുള്ള സന്നദ്ധ സംസ്ഥാന വനിതാ കമ്മീഷൻ മുൻകൈയിൽ എടുക്കണം. ഇത് നിസ്സാരമായി ഇത് മാത്രമല്ല, ചില മതപണ്ഡിതന്മാരുടെ പ്രസംഗങ്ങൾ കേൾക്കാം, ചില പാതിരിമാരുടെ പ്രസംഗങ്ങൾ കേൾക്കാം, ചില സ്വാമിമാരുടെ പ്രസംഗങ്ങൾ കേൾക്കാം. സ്ത്രീകളെ എത്രമാത്രം അപമാനിക്കുന്ന രീതിയിൽ, സ്ത്രീകളുടെ എല്ലാ വ്യക്തിത്വവും നശിപ്പിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രസംഗിക്കുന്നവരുണ്ട്. അവർക്കെതിരെ കർശനമായ നടപടി എടുക്കേണ്ട ഒരു ഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. പുതിയ തലമുറക്ക് കൃത്യമായി അതറിയാം. അതിനെതിരെ സംസ്ഥാന വനിതാ കമ്മീഷൻ മുൻകൈ എടുത്തിട്ട് ഈ അശ്ലീല പ്രഭാഷണം നടത്തുന്ന മതപണ്ഡിതന്മാർ, ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഈ ഞരമ്പ് രോഗികളായ ഇത്ര ആൾക്കാരൊക്കെ കൃത്യമായി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം വനിതാ കമ്മീഷൻ അടക്കം എടുക്കണമെന്നാണ് എനിക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്. ശരി, ധന്യ ക്ഷമിക്കണം, സിൻസി അനിൽ നോക്കൂ. ധന്യ, ഞാൻ വരാം കേട്ടോ. സിൻസി അനിൽ നോക്കൂ, ഒരു സ്ത്രീയെ തൊട്ടതല്ലേ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ തൊടലിൽ പ്രശ്നമില്ല. ആ തൊടലിന്റെ പ്രശ്നം പുറത്തുനിന്ന് കാണുന്നവരാണോ, ആ തൊടൽ അനുഭവിക്കുന്ന സ്ത്രീയാണോ മനസ്സിലാക്കേണ്ടത്, അതിനെക്കുറിച്ച് പരാതിപ്പെടേണ്ടത്? അത് പറയാനായിട്ട് എനിക്ക് പക്ഷെ അത്രയും ആളുകൾ സംസാരിക്കുന്നതിനിടയിൽ സംസാരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ ചോദിക്കുന്നത്, ഒരു സ്ത്രീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന്റെ വ്യാപ്തി ഇവരേത് കോലുകൊണ്ടാണ് അളക്കുന്നത്? ഇതുപോലെയുള്ള തൊടലുകള്, അശ്ലീല ചേഷ്ടകള്, കമന്റുകള്, പിന്നെ ജഡ്ജ്മെന്റുകള്, ഇതൊക്കെ ഇവരേത് അളവുകോല് കൊണ്ടാണ് ഇവർ ഇതിന്റെ വ്യാപ്തി അളക്കുന്നതെന്നാണ് മനസ്സിലാവാത്തത്.
ഇപ്പോഴും എത്ര നിസ്സാര അദ്ദേഹം ഒന്ന് തൊട്ടല്ലേ ഉള്ളൂ. അതെ, പിന്നെ വേറൊരു കാര്യം, ഋഷിരാജ് സിംഗ് പറഞ്ഞ ഒരു കാര്യത്തെ പുള്ളി പറയണ്ടായിരുന്നു, മണ്ടത്തരം എന്ന്. അദ്ദേഹം സ്ത്രീകൾക്ക് ഈ രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് ഈ ലൈംഗിക അതിക്രമങ്ങളെ പ്രതിരോധിക്കാനുള്ള അല്ലെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കാനുള്ള വകുപ്പുകൾ എന്തൊക്കെ ഉണ്ടെന്നുള്ളതിന്റെ ഏറ്റവും നല്ല വേർഷൻ ഒരുപാട് പറഞ്ഞു തന്നിട്ടുള്ള ഒരാളാണ്. ആർക്കും അറിയാത്ത കാര്യങ്ങൾ, അത് ഈ പറഞ്ഞ ഭരണഘടനയിൽ ഉൾപ്പെട്ട കാര്യങ്ങൾ, അതെങ്ങനെയാണ് ഇദ്ദേഹം മണ്ടത്തരം എന്ന് അഡ്രസ് ചെയ്യുന്നത്? മണ്ടത്തരം വിളിച്ചു പറയരുതെന്ന്. മണ്ടത്തരം പറയുന്നത് നിങ്ങളാണ് മിസ്റ്റർ. ആദ്യം തന്നെ ഈ കാലഘട്ടത്തിന്റെ മാറ്റം, ഈ സമൂഹത്തിന്റെ മാറ്റം, നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം, ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരാളുടെ പേഴ്സണൽ ചോയ്സസ്, ബൗണ്ടറീസ്, അവരെ കുറിച്ച്, അവരുടെ സെക്ഷുവാലിറ്റി, അവരെ കുറിച്ച് സംസാരിക്കാവുന്ന കാര്യങ്ങൾ, സംസാരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അവരെ നോക്കുന്ന കാര്യങ്ങൾ, ചേഷ്ടകള്, ഇതിനെക്കുറിച്ച് മിനിമം ഒരു ബോധം ഉണ്ടായിട്ട് നിങ്ങൾ ഈ മെൻസ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞ് നടക്കണം എന്നാണ് എൻ്റെ ഒരു വലിയൊരു റിക്വസ്റ്റ്. എനിക്ക് സത്യം പറഞ്ഞ ഇപ്പൊ ഇത് ലീവ് ചെയ്ത് പോവാൻ വരെ തോന്നിപ്പോയി. അത്രയും മണ്ടത്തരം ബ്ലണ്ടറാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് പല ചർച്ചകളിലും ഞാൻ ഇതുപോലെ തന്നെ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത്രയും നമുക്ക് സഹിക്കാൻ പറ്റാത്തത്ര കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെ എങ്ങനെ ഇതിന് എന്ത് മറുപടി കൊടുക്കുമെന്ന് പോലും മനസ്സിലാവുന്നില്ല. എന്താ അദ്ദേഹം പറയുന്നതെന്ന് പോലും എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഇപ്പൊ പറയാണ്, അവളൊന്ന് തൊട്ടതല്ലേ ഉള്ളൂ, ഒന്ന് കറക്കിയതല്ലേ ഉള്ളൂ. ഇത്ര നിസ്സാരവൽക്കരിച്ചിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഒരു സ്ത്രീയുടെ ലൈംഗികമായിട്ടൊരു സ്ത്രീയെ ഏത് രീതിയിൽ, അവൾ എന്ത് വസ്ത്രം ധരിച്ചോ, അല്ലെങ്കിൽ അവള് സിനിമാ നടിയാണോ, എന്നാ പിന്നെ എനിക്ക് രണ്ടെണ്ണം പറയാം. അവള് രാഷ്ട്രീയക്കാരിയാണോ, എന്നാ പിന്നെ എനിക്ക് എന്തും പറയാം. ഞാൻ പറയട്ടെ, ഇത് എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ്. ഞാനൊരു മുട്ടിന്റെ അവിടം വരെയുള്ളൊരു നിക്കർ ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ ഇട്ടതിന്റെ അടിയിൽ ഒത്രയും മോശമായ അശ്ലീല കമന്റുകൾ വന്നു. എല്ലാം ഫേക്ക് ഐഡി. FIR വരെ രജിസ്റ്റർ ചെയ്തു, പക്ഷെ കണ്ടുപിടിക്കാൻ പോലും പറ്റുന്നില്ല. നമ്മുടെ നാട്ടിലെ നിയമം അങ്ങനെയാണ്. നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥിതി മാറി. ഇപ്പൊ ശുക്കൂർ വക്കീൽ പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പാതിരിമാരും ഇതുപോലെ തന്നെ മതപണ്ഡിതരും പ്രഭാഷകരും ഇത്രയും അശ്ലീലം വിളിച്ചു കൂവുന്നവർക്കൊക്കെ എതിരായിട്ട് ഒരു നിയമ വ്യവസ്ഥിതി വന്ന് ഇതുപോലെ തന്നെ 20 കോടിയോ 30 കോടിയോ ഒക്കെ നഷ്ടപരിഹാരം വാങ്ങി. എന്നാൽ ഇതിനൊരു വിരാമമാണ്, ഇതിനൊരു സെറ്റിൽ. ഇതിനു മുമ്പ് WCC എന്ന് പറയുന്ന ഒരു സംഘടന പിന്നെ ഒരു ക്യാമ്പയിൻ നടത്തി. അതായത് ക്യാമ്പയിന്റെ പേര് ഞാൻ മറന്നുപോയി. അതിനകത്ത് ഞാനും പങ്കെടുത്തിരുന്നു. അതിനകത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, അതായത് എനിക്ക് തോന്നുന്ന സമൂഹത്തിലെ സാധാരണ സ്ത്രീകൾ അനുഭവിക്കുന്നതിനേക്കാൾ ഇരട്ടി മാനസിക ബുദ്ധിമുട്ട് ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന സ്ത്രീകൾ, അതായത് അവരെന്തോ മോശം ആൾക്കാരാണ് എന്നുള്ള അതാണ് ഈ ബോബി ചെമ്മണ്ണൂർ കൊടുത്തു വെക്കുന്ന, ബോബി ചെമ്മണ്ണൂർ പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യങ്ങള്. അയാള് രസം എന്താന്ന് വെച്ചാൽ അയാളുടെ ഒരു സ്ഥാപനത്തിലേക്ക് ഉദ്ഘാടനത്തിന് വിളിച്ചിട്ടാണ് ഇത് പറയുന്നത്. ഒരു തൊഴിലിടത്തേക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഹണി റോസ് സിനിമയിലേക്കാൾ കൂടുതൽ അവർ വരുമാനം ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ ഉദ്ഘാടന ചടങ്ങുകൾക്കാണ്. അപ്പോ അവരുടെ ഒരു വരുമാനമാണ്. അവരുടെ തൊഴിലിടത്തിൽ വന്നിട്ടാണ് അവർ ഇത്തരത്തിൽ അധിക്ഷേപിച്ചത്. അതാരും അഡ്രസ് ചെയ്ത് കാണുന്നില്ല. ഒരു തൊഴിലിടത്തിൽ ഒരു സ്ത്രീ കേൾക്കേണ്ട വന്ന ഒരു മാനസിക ബുദ്ധിമുട്ട് കൂടി ഇതിനകത്ത് കൺസിഡർ ചെയ്യണം. ഹണി റോസ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരോടുള്ള റിക്വസ്റ്റ് ആണ്, തൊഴിലിടത്തിൽ നിങ്ങൾ തൊഴിൽ ചെയ്യാൻ വന്നൊരിടത്ത് നിങ്ങൾ അപമാനിക്കപ്പെട്ടതും കൂടി നിങ്ങൾ ഇതിന്റെ ഒപ്പം അഡ്രസ് ചെയ്യണം. കാരണം അവരേത് വസ്ത്രം ധരിച്ചു, വസ്ത്രം ധരിച്ചുകൊണ്ട് അവരെ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാം. ഇത്തരത്തിലുള്ള ആണഹന്തകളെയാണ് ആ ആണഹന്തകൾക്കെതിരായിട്ടാണ് ഹണി റോസ് ഇന്ന് അതിന്റെ ചെകിടത്താണ് ഒരടി കൊടുത്തിരിക്കുന്നത്. അതിനൊപ്പം നിരുപാധികം നിൽക്കും, എവിടം വരെ പോയാലും അതിനൊപ്പം തന്നെ നിൽക്കും. ശരി. ശ്രീ ശുക്കൂർ വക്കീൽ, ഒരു ചെറിയ കമന്റ്, ഒരു ഇടവേളയിലേക്ക് പോകണം. അതിന് മുൻപ് ഇവിടെ ഇപ്പോൾ അജിത്ത് ഉൾപ്പെടെ ചോദിക്കുന്നത് 4 മാസത്തിന് മുൻപ് നടന്ന സംഭവത്തിൽ എന്തുകൊണ്ട് ഇപ്പോൾ പരാതി? മുൻപ് ഓർമ്മയില്ലേ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴും ഇതേ വിഭാഗം ആവർത്തിച്ചുകൊണ്ടിരുന്ന ആ ചോദ്യത്തിന് നിയമം അനുശാസിക്കുന്ന ഒരു മറുപടി. കൃത്യമായി അവരെ പരാതിയിലെ ആ കാര്യം അവർ പറയുന്നുണ്ട്. അവരാ പരാതിയില് നമ്മുടെ നമ്മുടെ ഒരു 3 വർഷം ശിക്ഷിക്കാവുന്ന ഒരു കുറ്റകൃത്യത്തിന് നമുക്ക് പരാതി കൊടുക്കാനുള്ള കാലാവധി 3 വർഷമാണ്. CRPC കൃത്യമായ പഴയ CRPC കൃത്യമായിട്ട് അവർ പറഞ്ഞു ഓരോ കുറ്റകൃത്യം. പിന്നെ 4 മാസമൊന്നും അവർക്ക് അവരുടെ മനോഭാവം ആ സമയത്ത് അവരുടെ മാനസിക നില നമ്മൾ കണ്ടതാണ്. പിന്നെ അവർക്ക് തന്നെ പരാതി കൊടുക്കുന്നതിനെ കുറിച്ച് ഒരു ബോധവതി ആയിരിക്കില്ല ആ സമയത്ത്.
പിന്നെയാണ് അവർക്ക് മനസ്സിലായത് ഇത് ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ്. ആ സമയത്ത് നമ്മൾ അവരുടെ സീൻ കണ്ടാൽ മനസ്സിലാകും. അതിൽ നിയമപരമായ ഒരു തെറ്റുമില്ല. നിയമപരം കൃത്യമായിട്ട് ഈ 3-4 മാസത്തെ കാലാവധി എന്തുകൊണ്ട് വൈകിയതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അവരുടെ പരാതിയിൽ. അതൊരു വീഴ്ചയായി കാണേണ്ട കാര്യമില്ല. 4 മാസം ഒരു പ്രശ്നമേ അല്ല ഈ കാര്യത്തിൽ. 3 വർഷത്തിനാണ് ശരി ഞാൻ മടങ്ങി വരാം. ധന്യരാമൻ, അപ്പോൾ ഇവിടെ പറയുന്നത് പോലെ ഇങ്ങനെ ഈ നിലയിൽ എന്താ കമന്റ് ഇട്ടതല്ലേ ഉള്ളൂ, അപ്പോൾ അതിനെ അങ്ങ് കാണാതെ പൊക്കൂടെ? അത് തൊട്ടതല്ലേ ഉള്ളൂ, അതിനെ അപ്പോൾ അങ്ങ് കാണാതെ പൊക്കൂടെ? ഇങ്ങനെ എവിടെ വരെ കാണാതെ പോകണം എന്നുള്ളതായിരിക്കാം അപ്പോൾ ഇക്കൂട്ടരുടെ ധാരണ. നമ്മൾ അറിയാവുന്ന നമ്മളെ ഒരാൾ തൊട്ടാൽ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ എങ്ങനെ സ്വയം സെൽഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അതിനുശേഷം ബാക്കി എന്തും വരത്തുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് പൊതുസമൂഹത്തിനും വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്കും ആ പ്രൊട്ടക്ഷനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരമാണ് ഇവിടെ ഈ എന്താണ് ഇത്രയും ആൾക്കാർ കാണുന്ന പരിപാടികളിലും എവിടെ വേദി കിട്ടിയാലും അവിടെ പോയി പറയും എന്താണ് ഒന്ന് തൊട്ടതല്ലേ ഉള്ളൂ അല്ലെങ്കിൽ ഒന്ന് കറക്കിയതല്ലേ ഉള്ളൂ. അത് വളരെ ഒരു മോശം മെസ്സേജാണ് പൊതു സമൂഹത്തിന് കൊടുക്കുന്നത്. അതാണ് കുട്ടികളെയൊക്കെ ബാധിക്കുന്ന മെസ്സേജ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്നാമത് നമ്മുടെ ഈ വരുന്ന ഈ ഒരു ജനറേഷനെ വളരെയധികം ബോധവൽക്കരിക്കേണ്ട ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ ഓരോ പൊതുസമൂഹത്തിലായാലും അല്ലെങ്കിൽ മാധ്യമങ്ങളിലായാലും ഇങ്ങനെ വന്ന് സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും നല്ല മെസ്സേജ് വരും തലമുറയ്ക്ക് കൊടുക്കാനാണ് ശ്രമിക്കേണ്ടത്. അതിന് പകരമായിട്ട് സ്വന്തം ഒരു മകളെ ഒരാൾ തൊട്ടാൽ ആ പെൺകുട്ടിയാണ് തീരുമാനിക്കേണ്ടത്. എന്നെ ഒരാൾ തൊടണോ വേണ്ടയോ എന്നുള്ളത് ആ പെൺകുട്ടിയെ അവളുടെ കംഫർട്ട് അനുസരിച്ചിരിക്കും. അത് നമ്മളെങ്ങനെ ആ കുട്ടിയെ മാതാപിതാക്കൾ നമ്മൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമല്ലോ. അപ്പോൾ ആ കുഞ്ഞിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ പ്രതികരണം. നമ്മൾ കുട്ടികളെ പ്രതികരിക്കാനാണ് പഠിപ്പിക്കേണ്ടത്, അല്ലാതെ കുഞ്ഞുങ്ങളെ ഒന്ന് നിന്നെ എൻ്റെ കൂട്ടുകാരനൊന്നും തൊട്ടതല്ലേ ഉള്ളൂ, അതിൽ വലിയ കാര്യവും കഥയില്ല. ഈ മെസ്സേജ് സമൂഹത്തിന് വളരെ നെഗറ്റീവാണ്. അത് വളരെ മോശം ആയിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. പിന്നെ ഞാൻ മറ്റുള്ള ഇതിലെ ആരെക്കുറിച്ചും ഞാൻ പോകുന്നില്ല. കാരണം മുമ്പൊക്കെ ഈ ചർച്ചകളിൽ വന്നിരുന്നിട്ട് ചില ആൾക്കാർ ഇതേപോലെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് കൊച്ചു കുട്ടികൾ റേപ്പ് ചെയ്യപ്പെടുന്നത് അവരുടെ അമ്മമാർ മോശക്കാരികളായിട്ടുള്ള സ്ത്രീകളായതുകൊണ്ട് എന്ന് വരെ ചർച്ചയിൽ പറഞ്ഞ ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉള്ള ആൾക്കാരോട് എനിക്ക് സംസാരിക്കാനോ അവർക്ക് അവരുടെ ഇത്തരത്തിലുള്ള ഭയങ്കര നശിച്ച നാക്കിന് മറുപടി കൊടുക്കാനോ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഞാൻ ഈ ഒരു ചർച്ചയിൽ സൈലൻ്റ് ആയിട്ടിരുന്നത്. ഈ പറയുന്ന ആള് ഇതിന് മുമ്പേ ഉള്ള ഒരു ചർച്ചയിൽ പറഞ്ഞതാണ് പോക്സോ കേസിൽപ്പെട്ട അതിക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ട കുട്ടികളെ പോലും അപമാനിക്കുന്ന ഇങ്ങനത്തെ ആൾക്കാരെ ദയവേത് നിങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കാതിരിക്കൂ. അത് ഈ സമൂഹത്തിന് കൊടുക്കുന്ന കൈരളി പോലെയുള്ള മാധ്യമങ്ങൾ, എനിക്കൊക്കെ സ്പേസ് തന്നത് കൈരളിയാണ് ഞങ്ങൾക്ക് വലിയ സപ്പോർട്ട് തന്നത് ദളിത് ആദിവാസി സമൂഹത്തിന്. ഇതുപോലെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം ദുഃഖം തോന്നുന്നു. കാരണം ഇത് മോശം മെസ്സേജാണ്. കൈരളി ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് ഇയാളെ വിളിക്കരുത് എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. പക്ഷെ സമൂഹത്തിൽ ഇങ്ങനെ വിവിധ തരം മനുഷ്യരും അവർ ഈ നിലയിൽ ഇതിനെയൊക്കെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളത് കൂടി പൊതുസമൂഹം നമ്മളെല്ലാവരും പുരുഷന്മാരെ അവരുടെ പ്രശ്നങ്ങളെല്ലാം അഭിസംബോധന ചെയ്യുന്നവരും നമ്മളെല്ലാം അവരെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. പക്ഷെ ഇങ്ങനത്തെ നെഗറ്റീവ് കമന്റ്സിന്റെ ആവശ്യമില്ല. നെഗറ്റീവായിട്ട് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെയുള്ള മനുഷ്യരും അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് വരും തലമുറ കൂടി അറിയുകയും വേണം. ശ്രീ അജിത് കുമാർ അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ താങ്കൾ ഈ പുരുഷന്മാരെ നോക്കിയാൽ അതിനെ എവിടെയാണ് പരാതിപ്പെടേണ്ടത്? പുരുഷന്മാർക്കെതിരെ സ്ത്രീകൾ സംസാരിച്ചാൽ അതിന് എവിടെയാണ് പരാതിപ്പെടേണ്ടത്? പുരുഷന്മാർക്കെതിരായി കമന്റ് ചെയ്താൽ എവിടെയാണ് പരാതിപ്പെടേണ്ടത്? അപ്പോൾ ഇതൊക്കെ പരാതിപ്പെടേണ്ട സംഗതികളാണ് എന്നുള്ളത് താങ്കൾ ഉൾപ്പെടെയുള്ളവർക്ക് അറിയാം. അപ്പോൾ ഇതേ കാര്യങ്ങൾ നിങ്ങൾ മറുവിഭാഗത്തോട് ചെയ്തിട്ട് തൊട്ടതല്ലേ ഉള്ളൂ, കറക്കിയതല്ലേ ഉള്ളൂ, കമന്റ് ഇട്ടതല്ലേ ഉള്ളൂ, എങ്ങനെ ശരിയാകും ഈ ന്യായീകരണം? ഞാൻ ചോദിക്കട്ടെ, പുരുഷന്മാർക്ക് എന്ത് വന്നാലും അവർക്ക് പരാതി കൊടുക്കാൻ വേണ്ടി ഒരു സ്പേസ് ഇല്ല. അത് പുരുഷാവകാശ കമ്മീഷനുണ്ട്. ഇവിടെ സംസാരിക്കുന്ന ഭൂരിഭാഗം പേർക്കും അച്ഛനില്ല, സഹോദരങ്ങളില്ല, ഭർത്താവില്ല, മറ്റ് കുടുംബ ബന്ധങ്ങളിൽ പുരുഷന്മാരാരാം ഇല്ല എന്നൊരു കാഴ്ചപ്പാടിൽ കൂടിയാണ് ചിലർ സംസാരിക്കുന്നത്. പുരുഷന്മാർ അവരുടെ സർക്കിളിൽ ഉണ്ടായിരിക്കില്ല, അതുകൊണ്ടാണ് ആ സ്ത്രീകൾക്കൊക്കെ ഇവിടെ വന്ന് ഇരിക്കാൻ കഴിയുന്നത്. അത്രയേ ഉള്ളൂ വ്യത്യാസം. താങ്കളുടെ പോയിന്റ് പറയും. എൻ്റെ മകളുടെ കാര്യം പറഞ്ഞു. എൻ്റെ മകള് അവൾക്കറിയാം ഒരാൾ തൊട്ടത് മോശമാണോ ചീത്തയാണോ നല്ലതാണോ എന്നുള്ള മനസ്സിലാക്കാനുള്ള കഴിവ് അവൾക്കുണ്ട്. അല്ലാതെ എല്ലാ കാര്യത്തിനും കയറി ചാടിക്കയറി പ്രതികരിക്കേണ്ട ആവശ്യമില്ല. ആ വിവേചന അധികാരമുണ്ട്, ആ വിവേചന ബുദ്ധി ഉണ്ടല്ലോ. ഇപ്പോൾ താങ്കൾ പറഞ്ഞ താങ്കളുടെ മകൾക്കുണ്ടാകും എന്ന് താങ്കൾ വിശ്വസിക്കുന്ന വിവേചന ബുദ്ധി, അതേ വിവേചന ബുദ്ധിയാണ് ഹണി റോസിനെ ഈ പരാതി കൊടുക്കാൻ പ്രേരിപ്പിച്ചത്. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 4 മാസത്തിന് മുമ്പേ കറങ്ങാൻ നിന്ന് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്, അപ്പോൾ പ്രതികരിക്കണമായിരുന്നു. അല്ലാതെ അപ്പോൾ ചിരിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് നിന്ന് കറങ്ങിയതിന് ശേഷം
പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം 4 മാസം കഴിഞ്ഞ് എന്നിട്ടും പേര് പറഞ്ഞിട്ടില്ല. ഇവിടെ വേറെ ഏതോ ഒരു സമ്മർദ്ദം ഇടയ്ക്ക് വന്നപ്പോഴാണ് പരാതിയുമായിട്ട് ഇന്നലെ പോയത്. ആ സമ്മർദ്ദത്തെക്കുറിച്ചല്ല അവർ പറയുന്നത്. സാമൂഹിക മാധ്യമങ്ങളിൽ നിരന്തരം പിന്തുടർന്ന് അധിക്ഷേപിക്കൽ. പിന്നെ ഈ 4 മാസത്തെ കാലാവധി താങ്കൾ പറയുമ്പോൾ ഇന്ത്യയിലെ നിയമം 4 മാസം കഴിഞ്ഞല്ലോ ഇനി പരാതിപ്പെടാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ആ നിയമം അവർക്ക് കൊടുക്കുന്ന പരിരക്ഷ, അതാണ് ആ സ്ത്രീ ഉപയോഗിച്ചത്. ഞാനിവിടെ ഇരുന്ന് ആ സ്ത്രീയെ ഇന്ന് അങ്ങനെ ആ പറഞ്ഞതിൽ എതിർക്കുന്നതിന്റെ കാരണം അന്ന് പ്രതികരിച്ചിരുന്നുവെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അന്ന് തൊട്ടാൽ പ്രശ്നമില്ലേ? നോക്കൂ, താങ്കൾ ചോദിക്കുന്നത് ഒന്ന് തൊട്ടതല്ലേ ഉള്ളൂ, ഒന്ന് കറക്കിയതല്ലേ ഉള്ളൂ. ആ തൊട്ടലിനും കറക്കലിനും പ്രശ്നമില്ലല്ലോ. അതാണല്ലോ താങ്കളുടെ ആദ്യ കമന്റ്. ആ തൊടലിനെയും ആ കറക്കലിനെയും അന്ന് ആ സ്ത്രീ പ്രതിരോധിച്ചിരുന്നെങ്കിൽ അതിന് പ്രശ്നമുണ്ടോ? ഞാനപ്പോ സ്വാഗതം ചെയ്തേനെ. അതെന്തുകൊണ്ടാണ്? അപ്പോൾ തൊട്ടതല്ലേ ഉള്ളൂ. ഞാൻ അതിനെ സ്വാഗതം ചെയ്തേനെ. തൊട്ടതല്ലേ ഉള്ളൂ. ഞാൻ സ്വാഗതം ചെയ്തേനെ. ശ്രീ അജിത് കുമാർ അപ്പോൾ തൊട്ടതല്ലേ ഉള്ളൂ. അന്ന് തൊട്ടപ്പോ മൗനമായിട്ടിരുന്നു. അല്ലെങ്കിൽ അത് എന്താ പറയാ, അപ്പോഴത്തെ ആ വേദിയിൽ അത് ഇഷ്ടപ്പെട്ടു. പിന്നീട് കൊടുക്കുന്ന 4 മാസം കഴിഞ്ഞപ്പോൾ ആ തൊടലിന് കൊടുക്കുന്ന പരാതിയും അന്ന് തൊട്ടപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ടും ഒരേ തൊടലാണ്, രണ്ടും ഒരേ കറക്കലാണ്. അവർ വേറെ ഏതെങ്കിലും രീതിയിൽ മാനസികമായിട്ട് അകൽച്ച ഉണ്ടായിട്ട് കാണും ഇടയ്ക്ക്. നമ്മളൊരു സൗഹൃദ ബന്ധത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സംസാരിച്ചിരിക്കുമ്പോൾ അതിൽ നിന്ന് ഇവരിൽ തമ്മിൽ ഏതെങ്കിലും ഒരു അകൽച്ച ഉണ്ടാവും. നമ്മൾ സൗഹൃദങ്ങൾ അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധങ്ങൾ തമ്മിൽ എപ്പോഴാണ് പ്രശ്നങ്ങൾ ആ എതിർപ്പ് വരുമ്പോഴാണ്. അജിത് കുമാറിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഈ കൺസെന്റ് എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? കൺസെന്റ് എന്ന വാക്കിന് സെക്സ് ചെയ്യാനുള്ള കൺസെന്റ് മാത്രമാണ് എന്നാണോ നിങ്ങൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? കൺസെന്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മാഡത്തിന്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. താങ്കളെ ഒരാൾ ആദ്യമായിട്ട് കണ്ട് താങ്കൾ എവിടെയെങ്കിലും പോയി ഒരു ഫംഗ്ഷന് പോയി ഒന്ന് പരിചയപ്പെടുമ്പോ ഷേക്കൻഡ് തരുമോ എന്ന് ആരെങ്കിലും ചോദിച്ചിട്ടാണോ കൈ നീട്ടുന്നത്? ഞാൻ എന്റെ ചോദിച്ചിട്ടാണോ? നമ്മൾ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും, നമ്മൾ ഇഷ്ടമില്ലെങ്കിൽ കൊടുക്കില്ല. അത്രേ ഉള്ളൂ. ഇവിടെ അത് തന്നെ പറഞ്ഞത്. ആ കൈ അവിടെ അയാൾ കൈ നീട്ടിയപ്പോ കൈ കൊടുക്കാതിരുന്നാ മതി, പ്രശ്നം തീർന്നില്ലേ? നമ്മള് നീട്ടുന്ന കൈ എതിർഭാഗത്ത് എത്തിപ്പെടുമ്പോ ആ കയ്യിലുള്ള പിടുത്തം അതെങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയാൻ. നമ്മൾ കണിയാനൊന്നുമല്ല, നമ്മൾ ഷേക്കാൻഡ് കൊടുക്കുമ്പോ കൃത്യം. അജിത് കുമാർ, ഇപ്പോൾ താങ്കൾ എനിക്ക് നേരെ കൈ നീട്ടുന്നു. നോക്കൂ, ഈ ചർച്ച കഴിഞ്ഞിറങ്ങുമ്പോൾ ചർച്ച നയിച്ച ആളാണ് ഞാൻ, ചർച്ചയിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. താങ്കൾ എനിക്ക് നേരെ കൈ നീട്ടുന്നു, ഞാൻ താങ്കൾക്ക് കൈ തരുന്നു. ചിലപ്പോൾ എനിക്ക് താങ്കളെ പരിചയമുണ്ട്, അല്ലെങ്കിൽ ഈ നിലയിൽ കൈ തരുന്നു. ആ കൈ ഉപയോഗിച്ച് താങ്കൾ എന്നെ ഏത് അർത്ഥത്തിൽ തൊടുന്നു എന്നുള്ളത് എനിക്ക് എങ്ങനെ മുൻകൂട്ടി പ്രവചിക്കാനാവും? അവിടെ ഒരു പൊതുവേദിയാണത്, ഒരുപാട് ക്യാമറകൾ ഇരിക്കുന്ന പൊതുവേദിയാണ്. അവിടെ ഒരു വേറൊരു ആക്ഷനിൽ അത് കണ്ടതാ. ഞാൻ അന്നും കണ്ടു, ഈ അടുത്ത ഇപ്പോൾ 2 ദിവസത്തിന് മുൻപേ അത് കണ്ടു. ആ കണ്ടപ്പോൾ അവിടെ ഒരു പ്രസിംഗോ അങ്ങനെ ഒരു സംഭവം അവിടെ വരുന്നില്ല. അത് ആ എൻഡിലാണ്, വിരലിൻ്റെ എൻഡിലാണ് പിടിച്ചിരിക്കുന്നത്. പിടിച്ചൊരു കറക്കാണ് ചുറ്റി കറക്കിയത്. അത്രേ ഉള്ളൂ അവിടെ കണ്ടിട്ടുള്ളൂ. ഞാനതാണ് കണ്ടത്. ഇനി കണി റോഡ്സ് എന്ത് കണ്ടുവന്നോ ഈ മറ്റുള്ള ഈ ചർച്ചയിൽ വന്നിരിക്കുന്നവരെന്ത് കണ്ടുവന്നോ എനിക്കറിയില്ല. കാര്യം നമ്മൾ ഷേക്കൻഡ് കൊടുക്കുമ്പോൾ ഷേക്കൻഡാണ് കൊടുക്കുന്നത്. ചിലർ കൈ നല്ല പ്രസ് ചെയ്ത്, ഇന്നലെ ഒരു സുഹൃത്ത് നല്ല പ്രസ് ചെയ്താന്ന് ഞാൻ പറഞ്ഞു, ആള് ജിമ്മാണല്ലേ, ഞാനും ഒന്ന് പ്രസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഞാൻ. ഇതൊക്കെ സ്വാഭാവികമല്ലേ? ഇവിടെ അത് അങ്ങനെ പ്രസ് ചെയ്തു എന്ന് പറയുന്നത് തന്നെ തെറ്റാ. കാര്യം അത് നമ്മൾ കണ്ടിട്ടില്ല, ഈ അനുഭവസ്ഥരല്ല നമ്മളെല്ലാം. അനുഭവസ്ഥരാണ് പരാതി കൊടുത്തത്, അത് ആദ്യം മനസ്സിലാക്കുക. അനുഭവസ്ഥരാണ് പരാതി കൊടുത്തത്, അനുഭവസ്ഥരാണ് നിയമ നടപടി അനുഭവസ്ഥരാണ് അത് പ്രതികരിച്ചത്, അല്ലാതെ കണ്ടു നിൽക്കുന്ന നിങ്ങളല്ല. കണ്ടു നിൽക്കുന്ന നിങ്ങളല്ല അജിത് കുമാർ. പ്രതികരിക്കേണ്ട പെണ്ണ് എത്ര സമയം കഴിഞ്ഞാലും അവൾക്ക് മാനസിക പക്വത വന്നതിന് ശേഷം അവൾ അതിന് പ്രതികരിച്ചു. സ്റ്റേറ്റ് അതിന് പിന്തുണ കൊടുത്തു, നിയമ നടപടി ഉണ്ടായി. നിങ്ങൾ എവിടെ ഇരുന്ന് ഇന്നും നാളെയും ഇത് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇത് ആരും മുഖവിലേക്ക് എടുക്കാൻ പോകുന്നില്ല. ഇത് കാണുന്ന ഒരൊറ്റ മനുഷ്യൻ ഇത് മുഖവിലേക്ക് എടുക്കരുത്. ഈ നാട്ടിലെ എല്ലാ പുരുഷന്മാർക്കും എനിക്ക് ഭർത്താവുണ്ട്, അച്ഛനുണ്ട്, മകനുണ്ട്. ഞങ്ങൾ ഈ മനുഷ്യർക്കെല്ലാം പിന്തുണ കൊടുക്കുന്നവരാണ്. അല്ലാതെ ഇങ്ങനെ വന്ന് നിങ്ങൾ അങ്ങനെ തൊടു, ഇങ്ങനെ പോലെ ആ തൊടൽ ഹണി റോസിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കൽ തന്നെയാണ്. അതിന് നിയമപരമായി അവർക്ക് സാധ്യത തേടാനുമാകും. ആ കേസ് മുന്നോട്ട് പോകട്ടെ. വളരെ നന്ദി.